എനിക്ക് ഇന്ന് നൽകിയിട്ടുള്ള ചിന്താഭാഗമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 1ഉം 2ഉം ആഗമനങ്ങളും അവയുടെ വ്യത്യാസങ്ങളും എന്നുള്ളതാണ്. 100% ഈ വിഷയത്തോട് നീതി പുലർത്തിക്കൊണ്ട് ദൈവം എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് ദൈവവചനത്തിൻ്റെ ചിന്തകളെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ 3 പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് നമുക്ക് വായിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങളെ സൗകര്യാർത്ഥം വായിച്ചുകൊള്ളാം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 9-ാം അധ്യായം 24-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം. 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്ത യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വായിക്കുന്നു. 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 26-ാമത്തെ വാക്യത്തിലും 24-ാമത്തെ വാക്യത്തിലും 28-ാമത്തെ വാക്യത്തിലും 3 പ്രത്യക്ഷതകളെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ ഗൗരവത്തോടെ ആ ഭാഗം ശ്രദ്ധിക്കണം. അതിൽ 1-ാമത്തെ ഭാഗം പാപങ്ങളെ നീക്കുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത്. 24-ാമത്തെ വാക്യത്തിൽ ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു എന്നാണ് പറയുന്നത്. 28-ാമത്തെ വാക്യത്തിൽ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും പ്രത്യക്ഷനാകും. ഇതിൽ നമ്മൾ ചിന്തയ്ക്ക് വിധേയപ്പെടുത്തുന്നത് 1-ാമത്തെ പ്രത്യക്ഷതയും 3-ാമത്തെ പ്രത്യക്ഷതയുമാണ്. ഞാൻ ആ ബൈബിളിലെ ഓർഡറിലാണ് 3-ാമത്തെ പ്രത്യക്ഷത എന്ന് പറയുന്നത്. ആ 3-ാമത്തെ പ്രത്യക്ഷതയെ 2-ാമത്തെ പ്രത്യക്ഷത എന്നാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. രണ്ടാമത് പ്രത്യക്ഷനാകും. അവിടെ ആ 2-ാമത്തെ പ്രത്യക്ഷത എന്ന് പറയുന്നത് ഈ ഭൂമിയോടുള്ള ബന്ധത്തിലാണ്. ഒരിക്കൽ ജഡം ധരിച്ച് ഈ ഭൂമിയിൽ അവിടുന്ന് പ്രത്യക്ഷനായി. ഇനിയും ഒരിക്കൽ, സ്തോത്രം, കാത്തു നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി കർത്താവ് പ്രത്യക്ഷനാകാൻ പോകുന്നു. ഇതെല്ലാം മനുഷ്യരോടുള്ള ബന്ധത്തിൽ, രക്ഷയോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2 വരവാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിലുള്ള ഒന്ന് ഇപ്പോൾ കർത്താവ് എവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് 3 പ്രത്യക്ഷത എന്ന് പറഞ്ഞത്. കാരണം 3 പദങ്ങൾ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രത്യക്ഷത 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 എന്ന പദമാണ് മലയാളത്തിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതെങ്കിലും നമ്മൾ മൂലഭാഷയിൽ പഠിച്ചു ചെല്ലുമ്പോൾ പ്രത്യക്ഷത എന്ന ഒരു കോമൺ വേർഡ് അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. 3 പദങ്ങളാണ്. അതിൽ ഒരിക്കൽ പ്രത്യക്ഷനായി എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പദം ഫനീറോ എന്നാണ്. ഫനീറോ. ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു എന്നുള്ളതിന് പറയുന്ന പദം എംഫനിസോ ആണ്. ഇനിയും പ്രത്യക്ഷനാകും എന്ന് പറയുന്ന പദം ഒപ്റ്റോമായി ആണ്. ഇനി നമ്മൾ ഇതിനെ 27 പുതിയ നിയമ പുസ്തകങ്ങളുമായി താരതമ്യം ചെയ്താൽ, ഒരിക്കൽ പ്രത്യക്ഷനായി മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി മുതൽ യൂദ വരെ കിടക്കുക. ഇനിയും പ്രത്യക്ഷനാകും, അത് വെളിപ്പാട് പുസ്തകമാണ്. ഇങ്ങനെയാണ് നമുക്ക് ഈ സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതിൽ നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ 2-ാമത്തെ പ്രത്യക്ഷത, അതായത് ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു എന്നുള്ള പദം ഞാനങ്ങ് ഈ ചിന്തയിൽ നിന്നങ്ങ് മാറ്റുക. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത കിടക്കുന്നത് 1ഉം 3ഉം വാക്കുകളിലാണ്. സ്തോത്രം.
ആ ഓർഡർ അനുസരിച്ചാണ് ഞാൻ 26 ആദ്യം വായിച്ചതും 24 പിന്നെ വായിച്ചതും 28 ഒടുവിൽ വായിച്ചതും ഓർഡർ അനുസരിച്ചാണ്. അപ്പം ഞാനതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. ഒരിക്കൽ പ്രത്യക്ഷനായി അഥവാ ഫനീറോ. ഈ ഒരിക്കൽ അവിടുന്ന് പ്രത്യക്ഷനായി എന്ന് പറയുമ്പം ആ ആശയത്തെ നമ്മൾ നന്നായി വിശകലനം ചെയ്യുമ്പോൾ പല വാക്കുകൾ അതിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരിക്കൽ പ്രത്യക്ഷനായി, അതിൻ്റെ മറ്റൊരു പദമാണ് ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നു. 1 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു. അവിടെ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ആ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന പദം അല്പം കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മലയാളത്തിലാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് എന്നാണ് പറയുന്നത്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആര് വെളിപ്പെട്ടു? ദൈവം വെളിപ്പെട്ടു. അപ്പോ കെ വി സൈമൺ സാറിന്റെ ഭാഷയിൽ കീറ്റുശീലയിൽ പൊതിയപ്പെട്ട് കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആരാണ്? ദൈവമായിരുന്നവൻ ജഡത്തിൽ വെളിപ്പെട്ടതാണ്. ഒന്നും കൂടെ പറയാം, ദൈവമായിരുന്നവൻ ജഡത്തിൽ വെളിപ്പെട്ടതാണ്. നമ്മൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവൻ ജഡം ധരിച്ച് ഇറങ്ങി വന്നതിനെയാണ് ജഡത്തിൽ വെളിപ്പെട്ടു എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. നമുക്കറിയാം റസൽ മതക്കാർ ഉൾപ്പെടെയുള്ള ഇതര ഉപദേശക്കാര് ആ യേശുവിനെ സൃഷ്ടിയായും യേശുവിനെ കേവല പുത്രനായും അവതരിപ്പിക്കുമ്പോൾ ദൈവവചനം വളരെ കൃത്യമായിട്ട് പറയുന്നു, ദൈവത്തോട് സമത്വമുള്ളവൻ, ദൈവമായിരുന്നവൻ. ഒന്നും കൂടെ പറയാം, ദൈവമായിരുന്നവൻ, സാരാംശത്തിലും സത്തയിലും ദൈവമായിരുന്നവൻ, ഈക്വലായിരുന്നവൻ ജഡം ധരിച്ച് ഇറങ്ങി വന്നു. അതാണ് വാസ്തവത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നത്. ഇനിയും ബാക്കിയുള്ള വാക്കുകളെല്ലാം ഓരോ ഉദ്ദേശമാണ്. അവിടുത്തെ ജഡാവതാരത്തിൽ 1-ാമത്തെ പ്രത്യക്ഷതയിൽ ഓരോ ഉദ്ദേശമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ റെഫറൻസ് കൂടെ പറഞ്ഞു പോകാം. അത്യാവശ്യം നോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പാപങ്ങളെ നീക്കുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ്? പാപങ്ങളെ നീക്കുവാൻ, പാപങ്ങളെ നീക്കുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ അവൻ പ്രത്യക്ഷനായി എന്ന് വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ അവന് പ്രത്യക്ഷനായി എന്നാണ് വായിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ പറയാം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഹോരേബിൽ നിങ്ങൾ അവന്റെ രൂപമൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തുവാൻ പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ ജഡാവതാരത്തിന്റെ ഉദ്ദേശം അതാണ്. അതാ യേശു പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു, ഞാനും പിതാവും ഒന്നാകുന്നു. ഒന്നുകൂടെ പറയാം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു, ഞാനും പിതാവും ഒന്നാകുന്നു. അതുകൊണ്ടാണ് കൊലോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ബൈബിളിലെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ക്രിസ്റ്റോളജി എന്ന് പറയുന്നത് യോഹന്നാന്റെ ക്രിസ്റ്റോളജിയും പൗലോസിന്റെ ക്രിസ്റ്റോളജിയാണ്. പൗലോസിന്റെ ക്രിസ്റ്റോളജിക്കകത്തും യോഹന്നാന്റെ ക്രിസ്റ്റോളജിക്കകത്തും പൊതു തത്വം ഇതാണ്: നിങ്ങൾക്ക് ദൈവത്തെ കാണണോ, ക്രിസ്തുവിനെ നോക്കണം. കൊലോസ് ലേഖനം 2:9 പറയുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ പ്രഥമ ഭാഗം നമ്മൾ വായിച്ചു വരുമ്പോൾ സ്തോത്രം, സാക്ഷാലാളത്വത്തിന്റെ സ്വരൂപമായി കർത്താവ് വെളിപ്പെടുകയാണ്. നമ്മുടെ ബൈബിളിൽ വായിക്കുന്നത് സ്തോത്രം തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും എന്നാണ്. അവിടെ തേജസ്സിന്റെ പ്രഭ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. എന്നാൽ തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള പദമാണ്. തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ സാക്ഷാലാളത്വത്തിന്റെ
സ്വരൂപം എന്നാണ്. ആരാ സാക്ഷാലാളത്വം? കർത്താവായ പിതാവായ ദൈവം സാക്ഷാലാളത്വം. ആ സാക്ഷാൽ ആളത്വത്തിന്റെ സ്വരൂപമാണ് കർത്താവായ യേശു ക്രിസ്തു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചു വരുമ്പോൾ യേശു കർത്താവിനെ സൃഷ്ടിയായിട്ടല്ല അവിടെ അവതരിപ്പിക്കുന്നത്, ദൈവത്തോട് സമത്വമുള്ള സൃഷ്ടികർത്താവായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. അവൻ മുഖാന്തര സകല ഉളവായി 4 മണ്ഡലങ്ങളിലുള്ള സകലതിനെ സൃഷ്ടിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സകലതും അവൻ മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടികർത്താവാണ്, ദൈവത്തോട് സമത്വമുള്ളവനാണ്, ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ജഡം ധരിച്ച് ഈ ഭൂമിയിൽ 1-ാമത്തെ പ്രത്യക്ഷതയിൽ ഇറങ്ങി വന്നത്. അതിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ പ്രത്യക്ഷനായി എന്നുള്ളത് അല്പം വിശാലമായി പറഞ്ഞതേ ഉള്ളൂ. ഇനിയും റോമലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താലുള്ള നീതി വെളിപ്പെടുത്തേണ്ടതിന് കർത്താവ് പ്രത്യക്ഷനായി എന്നുള്ളതാണ്. ഹല്ലേലൂയ. എനിക്കറിയാം ഇത് വളരെ വിശാലമായ ഒരു സബ്ജക്റ്റാണ്. എവിടെ തൊട്ട് തുടങ്ങണം, എവിടെ കൊണ്ട് നിർത്തണമെന്ന് എനിക്ക് വാസ്തവത്തിൽ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റുകൾ മാത്രം പറഞ്ഞു പോകുന്നത്. കാരണം ഇത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ടോപ്പിക്, ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പറയുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പിന്നത്തേതിൽ ഇത് ധ്യാനിക്കുകയോ പഠിക്കുന്നവർ ഇത് നോട്ട് ചെയ്ത് പിന്നത്തേതിൽ പഠിക്കുകയോ ഒക്കെ ചെയ്താൽ വളരെ പ്രയോജനമായിരിക്കും. ഇനിയും 2 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സുവിശേഷത്താൽ ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത്. അതൊക്കെ ഒത്തിരി അങ്ങ് വിവരിച്ചു പോകേണ്ടത്. ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുവാൻ. ഈ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന്റെ ശമ്പളം മരണം. പാപത്താൽ മരണം ഈ മണ്ണിൽ വെളിപ്പെട്ടു. അവിടെയാണ് ജീവൻ വെളിപ്പെടുത്തുന്നത്. അക്ഷയത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലെ ജീവൻ അനുഭവിച്ച ഒരുവന് ഇനി ഒരിക്കൽ കൂടി മരണമില്ലാത്ത വിധത്തിൽ, ഒരിക്കൽ കൂടി ദ്രവത്വത്തിലേക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ പുനരുത്ഥാന ശരീരത്തെ വെളിപ്പെടുത്തുന്ന, വ്യക്തമാക്കുന്ന പദമാണ് അക്ഷയത. അപ്പൊ യേശു വെളിപ്പെട്ടത് മരിക്കേണ്ട മനുഷ്യൻ, ദ്രവത്വം അനുഭവിച്ച് നഷ്ടപ്പെട്ടു പോകേണ്ട മനുഷ്യൻ, മൃഗത്തെ പോലെ അവസാനിക്കേണ്ട മനുഷ്യൻ, താഴോട്ട് പോകുന്നു മുകളിലോട്ട് പോകുന്നു ആരറിയുന്നെന്നാ പറയുന്നത്, മൃഗത്തെ പോലെ അവസാനിക്കേണ്ട മനുഷ്യൻ, സ്തോത്രം, പ്രാണൻ വിട്ടുപിരിഞ്ഞ് ഇല്ലാതെയായി പോകേണ്ടുന്ന മനുഷ്യൻ, സ്തോത്രം, ഒരു പൂ പോലെ വാടിക്കൊഴിഞ്ഞു പോകേണ്ട മനുഷ്യൻ. ആ മനുഷ്യൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, സുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോൾ, ആ സുവിശേഷത്താൽ അവനിൽ ജീവൻ വന്നു. ജീവൻ മാത്രമല്ല, അവനിൽ അക്ഷയത വന്നു. യേശു ക്രിസ്തുവിന്റെ 1-ാമത്തെ പ്രത്യക്ഷതയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇനിയും സ്തോത്രം, 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കായി വെളിപ്പെട്ടുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഒരു വാക്കൂടെ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4:10 വായിക്കുമ്പോൾ, യേശുവിന്റെ ജീവൻ നമ്മിൽ വെളിപ്പെടുത്തേണ്ടതിനായി നമ്മുടെ കർത്താവ് പ്രത്യക്ഷനായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇനിയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ 1-ാമത്തെ വരവിന്റെ സ്വഭാവം എന്താണെന്ന് 1, 2, 3 എന്ന നമ്പർ ഇട്ട് ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1-ാം വരവിന്റെ സ്വഭാവം: 1, അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചിരിക്കുകയാണ്. 2, കന്യകയിലൂടെ ജനമെടുത്തു. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ മറ്റും പറഞ്ഞത് സ്ത്രീയുടെ സന്തതി. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആദ്യം ആ പദം ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഗലാത്യ ലേഖനത്തിൽ ആ പദം വീണ്ടും ഉപയോഗിച്ചു, സ്ത്രീയുടെ സന്തതി. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളാരും സ്ത്രീകളുടെ സന്തതി അല്ല, നമ്മളെല്ലാം പുരുഷന്റെ സന്തതിയാണ്. എന്നാൽ സ്ത്രീയുടെ സന്തതി എന്ന് വിളിക്കുവാൻ കഴിയുന്ന ഒറ്റ ഒരുവനെ ഉലക ചരിത്രത്തിലുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്ത്രീയുടെ ഇഷ്ടത്താലും അല്ല, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല. അപ്പം സ്ത്രീയുടെ ഇഷ്ടമോ പുരുഷന്റെ ഇഷ്ടമോ അവിടെ വന്നിട്ടില്ല. പകരം വചനം ജഡമായി, അതാണ് കർത്താവായ യേശു ക്രിസ്തു. വചനം ജഡമായി, ഗോഡ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് എന്നാണ് പറയേണ്ടത്. വചനം ജഡമായി, ദൈവം മാനിഫെസ്റ്റ് ചെയ്തു. അവിടെ സ്ത്രീയുടെ ആവശ്യമോ പുരുഷന്റെ ആവശ്യമില്ല. എന്നാൽ അവിടെ സ്ത്രീ ഒരു പാത്രമായി മാറുകയാണ്. അതുകൊണ്ടാണ് സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്. നമ്മളെ ആരെ സ്ത്രീയുടെ സന്തതി എന്ന് വിളിക്കുകയല്ല, യേശുവാണ് സ്ത്രീയുടെ സന്തതി. അപ്പൊ 1, അവിടുന്ന് പരിശുദ്ധ
പരിശുദ്ധാത്മാവിൽ സ്തോത്രം ഉരുവായി. 2 ഒരു കന്യകയിൽ ജനിച്ചു. 3-ാമത്തെ പദം എന്ന് പറയുന്നത് തന്നെത്താൻ ഒഴിച്ചു എന്നാണ്. തന്നെത്താൻ ഒഴിച്ചു, അത് ഒരു വലിയ ചിന്താ വിഷയമാണ്. തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുന്നത് അതിനെ ക്നോസിസ് എന്ന് വിളിക്കുവാനായിട്ട് കഴിയും. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ പറയുന്നതാണ്. സ്തോത്രം വിശദീകരിക്കാൻ നേരം പോലെ തന്നെത്താൻ ഒഴിച്ചു. ഇനി അത് മാത്രമല്ല, 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് അറുക്കപ്പെടുവാനുള്ള കുഞ്ഞാടായി അവിടുന്ന് വെളിപ്പെട്ടുവെന്ന്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാട്. 2 വ്യത്യസ്തമായ ധ്രുവത്തിലാണ് ആ ഭാഗം അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. യഹൂദ ഗോത്രത്തിന്റെ സിംഹം, ആമേൻ, അവിടെ വെളിപ്പെടുകയാണ്. യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തെ കാണാൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ്. ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മുൻപിലാണ് 24 മൂപ്പന്മാരും ജീവികളും തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ടിട്ട് വീണ് നമസ്കരിച്ചത്. അവരൊരു പുതിയ പാട്ട് പാടി, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ജാതിയിലും സകല ഗോത്രത്തിലും സകല ഭാഷയിലും സകല വംശങ്ങളിലുമുള്ളവരെ നീ നിനക്കായി വിലയ്ക്ക് വാങ്ങി, നീ അറുക്കപ്പെട്ടു, നീ അറുക്കപ്പെട്ടു. എന്തനുഗ്രഹീതമായ പദങ്ങളാ. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ഈ അറുക്കപ്പെട്ടു എന്നുള്ളതിന്റെ മുൻപിലാണ് സ്വർഗീയ ആരാധന മുഴുവൻ മുഴങ്ങുന്നത്. ഇന്നത്തെ ഇവിടുത്തെ ആരാധനയെല്ലാം മുഴങ്ങുന്നത് നമുക്ക് ഏതാണ്ട് ചെയ്തു എന്നുള്ള ലെവലിലാണ്. നമുക്ക് കാറ് കിട്ടി അതുകൊണ്ട് ആരാധിക്കുന്നു, നമുക്ക് വീട് കിട്ടി അതുകൊണ്ട് ആരാധിക്കുന്നു, നമുക്ക് ജോലി കിട്ടി അതുകൊണ്ട് ആരാധിക്കുന്നു, കൊച്ചിൻ്റെ കല്യാണം നടന്നു അതുകൊണ്ട് ആരാധിക്കുന്നു, രോഗസൗഖ്യം കിട്ടി അതുകൊണ്ട് ആരാധിക്കുന്നു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റാ പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നല്ല കാര്യമാണ്. ഞാനൊരു കാര്യം പറയാം, ഇതെല്ലാം പക്ഷെ താൽക്കാലികമാണ്. ഈ ലാസർ ഉയർത്തതുപോലും നിത്യമല്ലായിരുന്നു, താൽക്കാലികമായിരുന്നു. യേശുവിൻ്റെ മിനിസ്ട്രിയിൽ ലാസർ ഉയർത്തു, യായിർബോസിൻ്റെ മകൾ ഉയർത്തു, നയീനിലെ പട്ടണത്തിലെ വിധവയുടെ മകൻ ഉയർത്തു. അതെല്ലാം നിത്യമായിരുന്നോ? അല്ല, അതെല്ലാം താൽക്കാലികമായിരുന്നു. അവരൊക്കെ ദ്രവത്വത്തിൽ നിന്ന് ദ്രവത്വത്തിലേക്ക് തന്നെയാണ് ഉയർത്തുക. അതായത് മരിച്ചുവെങ്കിലും വീണ്ടും മരിക്കാൻ സാധ്യതയുള്ള ശരീരത്തിലേക്കാണ് ഉയർത്തത്. യേശു മാത്രമേ ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വത്തിലേക്ക് ഉയർത്തിട്ടുള്ളൂ. ഒരാമയം പറഞ്ഞാട്ടെ. ബാക്കി എല്ലാ ഉയർപ്പുകളും ദ്രവത്വത്തിൽ നിന്നും ദ്രവത്വത്തിലേക്ക് ഉയർത്തുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇവിടെ രോഗസൗഖ്യം നിത്യമല്ല. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരുവൻ മരിക്കുകയും വീണ്ടും അതേ മനുഷ്യ ശരീരത്തിലേക്ക് ഒരാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്താൽ അത് നിത്യമല്ല. ഇവിടെ കിട്ടുന്നതൊന്നും നിത്യമല്ല. നിത്യമായത് ഒറ്റ കാര്യമാണ്, അത് നമുക്ക് ലഭിക്കുന്ന രക്ഷയാണ്. സ്വർഗത്തിലെ ആരാധനയുടെ മൂല കാരണം ഏതാ? സ്തോത്രം. രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും ദാനം. അതാണ് സ്വർഗത്തിന് നമ്മൾ ചെന്ന് പാടാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് പാട്ട്. അതാണ് രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും ദാനം. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടായി അവിടുന്ന് വെളിപ്പെട്ടു. ഇനി തീർന്നില്ല, പാപരഹിതനായി വെളിപ്പെട്ടു. അതുകൊണ്ട് യേശു ചോദിച്ചത്, നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? സ്തോത്രം. യേശുവിനെ ഒറ്റുകൊടുത്ത യൂദ പറയുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ച പീലാത്തോസ് പറയുന്നു, സ്തോത്രം, അവൻ നീതിമാനാണ്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനോട് സഹകരിച്ചവർ, യേശുവിനെ വിധിച്ചവരെല്ലാം പറയുന്നു അവൻ പാപരഹിതനാണ്. യേശു പറയുന്നു, നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? അപ്പൊ അവിടുന്ന് പാപരഹിതനാണ്, അവിടുന്ന് തികഞ്ഞവനാണ്, പെർഫെക്റ്റ് മാൻ, തികഞ്ഞവനാണ്. സ്തോത്രം. തീർന്നില്ല. പക്ഷെ ഈ കർത്താവ് ലോകത്താൽ നിരസിക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഈ കർത്താവ് രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടായി ആമേൻ നിന്നു. ഏറ്റവും ഒടുവിൽ മാനവജാതിയെ അവരുടെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. ഇത് അവിടുത്തെ 1-ാം വരവിൽ സംഭവിച്ചതാണ്. 1-ാം വരവിന്റെ സ്വഭാവം. ഇനി അവിടുത്തെ 1-ാം വരവിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അതിനെ പ്രധാനമായിട്ട് 2 നിലകളിൽ വേണം നമ്മൾ തരംതിരിച്ച് പഠിക്കാൻ. അതിൽ 1-ാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രൂശിൽ മരിച്ച് പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ളതായിരുന്നു അവിടുത്തെ വരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ക്രൂശിൽ മരിക്കുക, പാപത്തിന് പരിഹാരം വരുത്തുക. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മരണമായിരുന്നു കർത്താവിന്റെ 1-ാം വരവിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഹല്ലേലൂയ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കണ്ടോ, നൽകി ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും വലിയ വീട് പണിയേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നല്ല,
തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവർക്കും ധാരാളം പണമുണ്ടാകേണ്ടതിന് ദൈവലോകത്തെ സ്നേഹിച്ചെന്നല്ല, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കേണ്ടതിന്, നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ദൈവലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. അപ്പൊ അവിടുത്തെ വരവിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം, ഉദ്ദേശം, സ്വഭാവം അതായിരുന്നു. അവിടുത്തെ മരണം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ. റോമർ 5:8. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷമല്ല, പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമുക്ക് വേണ്ടി മരിക്കുകയാൽ അവൻ തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഒന്നാമരവന്റെ ഉദ്ദേശം അതാണ്. റോമർ 5:6 പറയുന്നു, നാം ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തു തക്ക സമയത്തെ അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഒന്നാമരവന്റെ സ്വഭാവം അതാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. തീർന്നില്ല. അതിന്റെ 7ാമത്തെ വാക്യം, നീതിമാനു വേണ്ടി ആരെങ്കിലും, സ്തോത്രം, മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. നീതിമാനു വേണ്ടി ആരും മരിക്കുകയല്ല, പക്ഷെ ഗുണവാനു വേണ്ടി മരിക്കുവാൻ തുനിയുമായിരിക്കും. ആമേൻ. 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. യേശു ഈ ഭൂമിയിൽ വന്നത്, ജഡം ധരിച്ചത് ഇതിനു വേണ്ടിയാണ്, നമ്മെ ദൈവത്തോട് നിരപ്പിക്കാൻ. ഹല്ലേലൂയ. അതാ നമ്മൾ പാടുന്ന ദൈവ കരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദേവസൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ. സ്തോത്രം. അപ്പം ദൈവ കരുണയുടെ ധനമാഹാത്മ്യം ഇതാണ്. സ്തോത്രം. വേറൊരു പാട്ടുണ്ടല്ലോ, എന്തോ ഒരു സ്നേഹം ഇത് നിണം ചൊരിഞ്ഞ് മരിച്ചിടുവാൻ ദൈവ നന്ദനനീ നരരെ കരുതി ജഡമെടുപ്പതിനായി മനസ്സായി. സ്തോത്രം. അപ്പൊ അവിടുത്തെ ജഡാവതാരത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മരണമാണ്. മനുഷ്യന് വേണ്ടി മരിക്കുക. സ്തോത്രം. മനുഷ്യന് പകരമായി മരിക്കുക. യേശുവിന്റെ മരണത്തെ അതുകൊണ്ടാണ് വൈക്കേറിയസ് ഡെത്ത് എന്ന് വിളിക്കുന്നത്. വൈക്കേറിയസ് ഡെത്ത്, പകരമായിട്ടുള്ള മരണം. അത് ഒന്നാം വരവിന്റെ 1ാമത്തെ ഉദ്ദേശമാണ്, നമുക്ക് വേണ്ടി മരിക്കുക. സ്തോത്രം. ഇനി 1ആം വരവിന്റെ 2ാമത്തെ ഉദ്ദേശം മരിച്ചു തീരുക എന്നുള്ളതല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാ. പാപത്തിന്റെ ശമ്പളം മരണം. അപ്പൊ 1ാമത് പാപത്തെ കർത്താവ് കൈകാര്യം ചെയ്തു. സ്തോത്രം. 2, പാപം വരുത്തിയ അനന്തര ഫലങ്ങളെ മുഴുവൻ കർത്താവ് കൈകാര്യം ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. സ്തോത്രം. അപ്പം പാപം വരുത്തിയ അനന്തരഫലം മരണം. ആ മരണത്തെയും മരണത്തിന്റെ അധികാരിയെയും യേശു തൻ്റെ മരണത്താൽ നീക്കി. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2:24 വായിക്കുന്നത്, ദൈവമോ മരണവാസങ്ങളെ അഴിച്ചു. അടുത്തത്, അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്തത്, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. നോക്കിക്കേ, പാപത്തെയും പാപത്തിന്റെ പരിണതഫലത്തെയും പാപത്തിന്റെ സകല മലീമസമായ ഫലങ്ങളെയും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ 1ാമത്തെ വരവിൽ തൻ്റെ മരണത്താൽ, തൻ്റെ പുനരുത്ഥാനത്താൽ നീക്കി. എന്നിട്ട് ചോദിച്ചു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? രക്തത്താൽ ജയം. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ ശരിക്കും അറിയുമ്പോഴാണ് നമ്മൾ ആരാധിച്ചു പോകുന്നത്. ഇത് നമ്മൾ ശരിക്കും അറിയുമ്പോഴാണ് നമ്മൾ പരിസരം മറക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ അകത്തോട്ട് കയറുമ്പോഴാണ് കർത്താവ് എന്താ ചെയ്തതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ആമേൻ. വേഗം എനിക്ക് 1ാം ഭാഗം അവസാനിപ്പിക്കണം. 2ാമത്തെ കാര്യം, സ്തോത്രം, നമ്മൾ അറിയേണ്ടത്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൽ എന്തെല്ലാം ഈ ഭൂമിയിൽ വെളിപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ അനാദി നിർണയത്തിന്റെ ഭാഗമായിരുന്നു. ഒന്നും ആക്സിഡന്റ് ആയിരുന്നില്ല. അതിനൊരു കൃത്യമായിട്ടുള്ള തെളിവ് ഞാൻ പറയാം.
1 കൊരിന്ത്യർ ലേഖനം 15-3 വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അപ്പം മരണം തിരുവെഴുത്തുകളിൻ പ്രകാരം. മരണമെന്ന് പറയുമ്പം പ്രാണൻ വിടുന്ന കാര്യം മാത്രമല്ല, ആ മരണത്തോടുള്ള ബന്ധത്തിൽ എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം നേരത്തെ എഴുതപ്പെട്ടതാണ്. സ്തോത്രം. കർത്താവിന്റെ ഗത്സമനിലെ ആ കഠിനമായ വ്യഥ, സ്തോത്രം, കർത്താവിനെ സ്നേഹിതൻ ഒറ്റുകൊടുത്തത് അത് 30 വെള്ളിക്കാശിന് തന്നെ ആയിരിക്കുമെന്നുള്ളത്, സ്തോത്രം, ഇതെല്ലാം നേരത്തെ എഴുതപ്പെട്ടതാണ്. 30 വെള്ളിക്കാശും തിരുവെഴുത്തുമായിട്ട് ഭയങ്കര ബന്ധമാണ്. 1, 2, 3, 4 എന്ന് പറയാൻ പറ്റും. സ്തോത്രം. നമ്മള് ഈ അടിമകളുടെ വില വായിക്കുമ്പോൾ ഒരു അടിമ പുരുഷന്റെ വില 50 വെള്ളിക്കാശ, ഒരു അടിമ സ്ത്രീയുടെ വില 30 വെള്ളിക്കാശ. കർത്താവിന് ഇട്ടുകൊടുത്ത വില 30 വെള്ളിക്കാശ. യഹൂദനെ യേശു സ്ത്രീ ആയിരുന്നു, പിന്നെ നിങ്ങൾ എന്തിനാ യേശുവിന് സ്ത്രീയുടെ വില ഇട്ടുകൊടുത്തത്? യേശു സ്ത്രീ ആയതുകൊണ്ടല്ല, പക്ഷെ അതൊരു സ്ത്രീയുടെ വിലയാ. ആ സ്ത്രീയുടെ പേര് ഞാൻ പറയാം. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കിയലക്ക് വിളിപ്പിച്ച ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച സഭയാകുന്ന മണവാട്ടി എന്ന കാന്തയുടെ വില. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനിയും സെഖര്യാവിന്റെ പ്രവചനം വായിക്കുമ്പോൾ, നിങ്ങൾ എനിക്ക് മതിച്ച വില തരുന്നെങ്കിൽ തരിക. അവർ അവന് മതിച്ച വിലയായി 30 വെള്ളിക്കാശ് ഭണ്ഡാരത്തിൽ ഇട്ടെന്നാണ് വായിക്കുന്നത്. നമ്മുടെ ഭണ്ഡാരക്കുറ്റി വീഴുന്ന പൈസയൊക്കെ മാംസയോഗം നടത്താനും പിന്നെ ഇതിനുമൊക്കെയാണ്. സ്തോത്രം. പക്ഷേ അവിടുത്തെ ഭണ്ഡാരത്തിൽ വീഴുന്ന പണം മാംസയോഗം നടത്താൻ വേണ്ടിയല്ല, ആലയത്തിൽ അനുദിനം നടക്കുന്ന യാഗമൃഗത്തെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയാണ്. നോക്കിയേ, യഹൂദൻ എവിടെ നിന്നാണോ യാഗമൃഗത്തെ വിലയ്ക്ക് വാങ്ങാനുള്ള പണം എടുത്തത്, അതേ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവിന്റെ വിലയായി 30 വെള്ളിക്കാശ് കൊടുക്കുക. ആമേൻ. ഇവനെ ദിനേന നടക്കുന്ന യാഗത്തിനുള്ള മൃഗത്തെ വാങ്ങാനാണ് ഇതുവരെ ഈ പണം ഉപയോഗിച്ചതെങ്കിൽ, ഇപ്പോൾ ഈ 30 വെള്ളിക്കാശ് ദിനേനയുള്ള യാഗത്തിനല്ല, എന്നേക്കുമുള്ള ഒരു യാഗത്തിനായി, ആമേൻ, ഇതുവരെ അർപ്പിക്കപ്പെട്ട സകല കുഞ്ഞാടുകളെക്കാൾ ഏറ്റവും പെർഫെക്റ്റ് ആയ ഹല്ലേലൂയ ഒരു യാഗത്തിന്, പൂർണ്ണതയുള്ള ഒരു യാഗത്തിന്, ആമേൻ, വിലയ്ക്ക് വാങ്ങാൻ ഒരു കുഞ്ഞാടിന്റെ വിലയായി ആ 30 വെള്ളിക്കാശ് അവന് കൊടുത്തു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഈ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു എന്നാണ്. എല്ലാം തിരുവെഴുത്തുകളിൻ പ്രകാരം. അവിടുന്ന് ഏറ്റ അടി തിരുവെഴുത്തുകളിൻ പ്രകാരം. അവിടുന്ന് സ്തോത്രം, അവിടുന്ന് കുരിശ് ചുമന്നത് തിരുവെഴുത്തുകളിൻ പ്രകാരം. ഗോൽഗോത്തായിൽ തന്നെ മരിച്ചത് തിരുവെഴുത്തുകളിൻ പ്രകാരം. അതാ തിരുവെഴുത്തുകളിൻ പ്രകാരം. നമ്മൾ എവിടെ നോക്കിയാലും തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് കാര്യങ്ങൾ സംഭവിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പുറകാലെ യേശുവിൻ്റെ 1-ാം വരവിൻ്റെ പ്രവചനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവിടെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ സ്തോത്രം പരാമർശിച്ചു കൊള്ളാം. അപ്പൊ അതാ നമ്മൾ വായിച്ചത്, അതാ നമ്മൾ പറഞ്ഞത്. എല്ലാം ദൈവത്തിന്റെ അനാദി നിർണയത്തിന്റെ ഭാഗം. അനാദി എന്ന് പറയുമ്പോൾ അല്പം കാര്യമായി ചിന്തിക്കേണ്ട പദമാണ് അനാദി. ആദി, അനാദി. സ്തോത്രം. ആദിക്ക് മുൻപുള്ള കാലമാണ് അനാദി. സ്തോത്രം. അനാദിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ശാശ്വതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് എന്നാണ്. അനാദി, കാലമുണ്ടാകുന്നതിന് മുമ്പേ, വല്ലതും ഉണ്ടാകുന്നതിന് മുൻപേ അനാദി. ആ അനാദി നിർണയമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചത്. അതാണ് എഫേസ്യർ 3:9 പറയുന്നത്. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം അനാദികാലത്തിന്റെ ദൈവിക നിർണയമാണ്. സ്തോത്രം. ഈ ദൈവിക നിർണയത്തിനകത്ത് 1, 2, 3 എന്ന് നമുക്ക് കാര്യങ്ങൾ പറയാനായിട്ട് കഴിയും. അതിലൊന്ന്, സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പ് കിടപ്പുണ്ട് ഈ അനാദി നിർണയത്തിനകത്ത്. 2, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് മനുഷ്യന്റെ റിസ്റ്റോറേഷൻ കിടപ്പുണ്ട്. ആമേൻ. അടുത്തത്, ദൈവത്തിനെതിരെയുള്ള മാനുഷിക മത്സരത്തിനുള്ള പരിഹാരം ഈ അനാദി നിർണയത്തിനകത്ത് കിടപ്പുണ്ട്. ആമേൻ. അപ്പൊ ആ അനാദി നിർണയത്തെ പൂർത്തീകരിക്കാൻ കർത്താവ് എന്താ ചെയ്തത്? 1, അവിടുത്തെ രക്തരൂക്ഷിതമായ ഒരു മരണം സംഭവിച്ചു. ആമേൻ. 2, ഹല്ലേലൂയ, തൻ്റെ മരണത്താൽ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്തോത്രം, തൻ്റെ മരണത്താൽ നമ്മുടെ മരണത്തെ നീക്കി.
അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2:14 പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവൻ ആയി. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ആവശ്യമായിരിക്കുന്നോ അതെല്ലാം ഒന്നാമത്തെ വരവിങ്കൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പൂർത്തീകരിച്ചു. ജീവപര്യന്തം പറഞ്ഞ് എൻ്റെ ജീവപര്യന്തം അല്ല, മാനവ ചരിത്രത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കേണ്ടുന്ന മരണത്തെ യേശു തൻ്റെ മരണത്താൽ നീക്കി എന്നേക്കുമുള്ള രക്ഷ സാധ്യമാക്കി തന്നു. ഇതാണ് ഒന്നാം വരവ്. ആമേൻ. ഇതിൽ കൂടുതൽ അത് വിശദീകരിക്കാൻ ചുരുങ്ങിയ സമയത്തിനകത്ത് പാടാണ്. ഇനി ഞാൻ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാൻ പോവുകയാണ്. അത് രണ്ടാം വരവാ. അപ്പൊ ഒന്നാം വരവ് പറഞ്ഞു, രണ്ടാം വരവ്. ഈ രണ്ടാം വരവ് ഒന്ന് പറഞ്ഞിട്ട് വേണം ഇവ തമ്മിലുള്ള വ്യത്യാസവും ബന്ധവും പറയാൻ. അപ്പം രണ്ടാം വരവ് എന്നുള്ളതിന് ഇനിയും പ്രത്യക്ഷനാകും, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും പ്രത്യക്ഷനാകും. പ്രത്യക്ഷനായി എന്നല്ല, പ്രത്യക്ഷൻ ആകും. ഫ്യൂച്ചർ ടെൻസ് ആണ്, ഭാവിപരമാണ്. അതിനുപയോഗിച്ചിരിക്കുന്ന പ്രത്യക്ഷനാകും എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഒപ്റ്റിമായി ആണ്. ഇനിയും പ്രത്യക്ഷനാകും. സ്തോത്രം. ഈ രണ്ടാമത് പ്രത്യക്ഷനാകാനിരിക്കുന്ന അല്ലെങ്കിൽ പുനരാഗമിക്കാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പുനരാഗമനത്തെ പ്രാരംഭമായിട്ട് രണ്ട് നിലകളിൽ നമ്മൾ തിരിച്ചറിയണം. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്രിസ്തീയ പ്രത്യാശയുടെ സംഗ്രഹമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്. ആമേൻ. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് ഈ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്, യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുക, യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും ഉയർത്തെഴുന്നേൽക്കും. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അപ്പൊ ആദ്യ ഫലമായി കർത്താവ് ഉയർത്തിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ക്രിസ്തുവിൽ വിശ്വസിച്ചു മരിച്ചവർക്കെല്ലാം ഒരു ഉയർപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന് പറയുന്നത് ക്രിസ്തീയ പ്രത്യാശയുടെ സംഗ്രഹമാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. നമ്മുടെ പ്രത്യാശയല്ല എവിടെ വെച്ചേക്കുന്നത്? സ്വർഗത്തിലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തെല്ലാം ഉണ്ടല്ലെന്ന് എല്ലാം കൈവിട്ടിട്ട് പോകത്തില്ലേ? നമ്മൾ പാടുന്ന ഒരു പഴയ പാട്ടുണ്ടല്ലോ, നഗ്നനായി ഞാനീ ലോകത്തിൽ വന്നു നഗ്നനായി തന്നെ പോകുമേ, ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എൻ്റെ കൂടങ്ങു പോരുവാ. ഇവിടെ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലെന്നാ, ഇവിടെ എന്തെല്ലാം കെട്ടി പൊക്കിയാലെന്നാ, ഇവിടെ എന്തെല്ലാം ചേർത്ത് വെച്ചാലെന്നാ. സ്തോത്രം. നഗ്നരായിട്ടാ ഇങ്ങോട്ട് വന്നേ, നഗ്നരായിട്ട് അങ്ങോട്ട് പോകും. സത്യം. ഹല്ലേലൂയ. ചിലരൊക്കെ നല്ല സൂട്ടൊക്കെ ഇട്ടാ കിടക്കുന്നത്. പക്ഷേ മോർച്ചറി ചെല്ലണം ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നല്ല കത്രികയും കൊണ്ട് ഈ സൂട്ടിൻ്റെ അടി മൊത്തം വെട്ടി വിട്ടേക്കുക. സ്തോത്രം. ചുമ്മാ എടുത്ത് പുറത്തൂടെ പുതപ്പിടുന്നത് പോലെ പുതപ്പിച്ചിട്ടേ ഉള്ളൂ. സ്തോത്രം. അപ്പം നമ്മൾ ചിന്തിക്കും നഗ്നനായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അച്ഛാ സൂട്ടിട്ടാണല്ലോ പോകുന്നത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, സൂട്ട് വെട്ടിക്കീറിയതാണ്. ഹല്ലേലൂയ. സ്തോത്രം. കാരണം 4 ദിവസം മോർച്ചറി വെച്ച് ഈ ശരീരത്തിലോട്ട് സൂട്ട് കയറത്തില്ല, അങ്ങനെ വഴങ്ങിക്കിട്ടത്തില്ല. ഇത് വെട്ടിക്കീറിയതാണ്, ബാക്ക് സൈഡ് വെട്ടിവിട്ടേക്കുക. നഗ്നനായി ലോകത്തിൽ വന്നു, നഗ്നനായിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മുടെ പ്രത്യാശ ഒന്ന് സംഗ്രഹിച്ചിരിക്കുന്നത് ഇവിടെ അല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പുഴുവും തുരുമ്പും കെടുക്കാത്ത, കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്ത സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കുവീൻ. ഇവിടെ അല്ല നമ്മുടെ നിക്ഷേപം. ഇവിടെ നിക്ഷേപമുള്ള ആരും ഒന്നും കൊണ്ടുപോകത്തില്ല. ഹല്ലേലൂയ. ഒന്നും കൊണ്ടുപോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4000 കോടി രൂപയുടെ സ്തോത്രം വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ജയലളിത പോയപ്പോൾ വല്ലതും കൊണ്ടുപോയോ? 100 ചെരുപ്പം ഉണ്ടായിരുന്നല്ലോ. സ്തോത്രം. കൊണ്ടുപോയോ? ഹല്ലേലൂയ. ധാരാളം വാഹനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. വല്ലതും കൊണ്ടുപോയോ?
ഇപ്പം ചിലരുടെയൊക്കെ വീടുകളിൽ 150 കോടിയൊക്കെയാണ് സുവിശേഷത്തിൻ്റെ പേര് കിട്ടിയതാ. 150 കോടി, 4 കിലോ സ്വർണം. എൻ്റെ ദൈവമേ, ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളതാണ്. ഇനി 150 അല്ല 550 കോടി ഉണ്ടാക്കി വെച്ചാലും ഉണ്ടാക്കി വെച്ചെന്നേ ഉള്ളൂ, അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ. ഈടി എടുത്തോണ്ട് പോയില്ലയോ, ഇനി എവിടെല്ലാം പിടിക്കാൻ കിടക്കുന്നു. എൻ്റെ പൊന്നച്ച സ്തോത്രം. 4 കിലോ സ്വർണം, 4 അല്ല 40 ഉണ്ടാക്കിക്കോ, നമുക്കൊരസൂയയില്ലുണ്ടോ? 40 അല്ല നിങ്ങൾ 400 ഉണ്ടാക്കിക്കോ, ഞങ്ങൾക്കൊരസൂയയില്ല. ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ ഉണ്ടാക്കി വെച്ചോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പോകാൻ നേരത്ത് ഇതൊന്നും തന്നു വിടത്തില്ല. നഗ്നനായി ഇങ്ങോട്ട് വന്നു, നഗ്നനായി തന്നെ പോകും. ഇവിടെ അല്ല നമ്മുടെ സംഗ്രഹം, നമ്മുടെ പ്രത്യാശ കിടക്കുന്നത്. നമ്മുടെ പ്രത്യാശയുടെ സംഗ്രഹം സ്വർഗത്തിലാണ്. കാരണം അവിടെ നമുക്ക് കർത്താവ് യേശുണ്ട്. ആ യേശു പുനരാഗമിക്കുവാൻ പോകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്ക് പറഞ്ഞവൻ മാറുകില്ല. ഹല്ലേലൂയ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നമ്മുടെ വാഗ്ദത്തം അതാണ് നിക്ഷേപം, അതാണ് നമ്മുടെ നിക്ഷേപം. ഇന്ന് കയ്യിലുള്ളതും ഇന്ന് കൈവശം വെക്കുന്നതും ഇന്ന് കൈക്കൊണ്ട് അനുഭവിക്കുന്നതും ഒന്നുമല്ല നമ്മുടെ നിക്ഷേപം. നമ്മുടെ നിക്ഷേപം മുഴുവൻ കിടക്കുന്നത് വാഗ്ദത്തത്തിലാണ്. വിശേഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട വാഗ്ദത്തം, അതാണ് നമ്മുടെ നിക്ഷേപം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ക്രിസ്തീയ പ്രത്യാശയുടെ സംഗ്രഹം മുഴുവൻ കിടക്കുന്നത് ഇതിനകത്താണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പ്രത്യാശയുടെ സംഗ്രഹം എന്നും പറഞ്ഞാൽ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ആളുകൾക്ക് ഇവിടെ ഉള്ളത് വല്ലതും പറയണം. എൻ്റെ ഒരു സ്നേഹിതൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ഒരു വിശ്വാസി ഒരിക്കൽ പറഞ്ഞു, ഇനിയും പാസ്റ്റർ നിത്യതയെക്കുറിച്ച് പറയുകയാണ്, ഞാൻ സഭയുടെ നടുക്ക് എഴുന്നേറ്റ് നിൽക്കും. പാസ്റ്റർ എന്നെ ഇവിടെ ഉള്ള കാര്യം പറയാത്തതെന്ന്. അപ്പം അച്ഛൻ ഏതാ കേൾക്കേണ്ടത്? ഇവിടെ ഉള്ള കാര്യമാണ്. കൊച്ചിൻ്റെ കല്യാണം നടക്കുമെന്ന് പറ, വീസ കിട്ടുമെന്ന് പറ. എപ്പോഴും അച്ഛൻ എന്തിനാ നിത്യത 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഉള്ളത് പറ. കണ്ടോ, ഇതാണ് ഒരു കൂട്ടരുടെ ചിന്ത. അവരെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരെക്കാളും നീ അരിഷ്ടനാണ്. ഈ ഭൂമിയിൽ ലോകസൗഖ്യം, ഈ ഭൂമിയിൽ പ്രശ്നപരിഹാരം, ഈ ഭൂമിയിൽ വീട്, ഈ ഭൂമിയിൽ കാറ്, ഈ ഭൂമിയിൽ ജോലി, ഈ ഭൂമിയിൽ സമ്പത്ത്, ഈ ഭൂമിയിൽ, ഇവിടം കൊണ്ടെല്ലാം ഇത് തീരും. സ്തോത്രം. അങ്ങനെ ഇപ്പൊ ഇവിടെ കിട്ടുന്നതിൽ, നശിച്ചു പോകുന്നതിൽ ആമേൻ ശ്രദ്ധയാണെങ്കിൽ സകല മനുഷ്യരെക്കാളും അരിഷ്ടനാണ്. സ്തോത്രം. ഞാൻ ഈ അടുത്ത ചില ദിവസങ്ങളിൽ ഈ യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ വായിച്ചു വന്നപ്പം കർത്താവിൻ്റെ മനോഭാവം പലതും ഇങ്ങനെ ഞാൻ മനസ്സിലാക്കായിരുന്നു. അതിൽ 2-ാം അധ്യായത്തിൽ സ്തോത്രം യേശു ചെയ്യുന്ന അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവനിൽ വിശ്വസിച്ചു. 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണെന്നറിയോ? ഹല്ലേലൂയ. യേശു എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. അപ്പം കർത്താവേ, അങ്ങയിൽ വിശ്വസിച്ചവരല്ലേ? ഓ, എങ്ങനെ വിശ്വസിച്ചു? അടയാളം കണ്ട് വിശ്വസിച്ചു. പക്ഷെ അങ്ങ് അവരെ വിശ്വസിച്ചോ? ഇല്ല. പ്രവചനം കേട്ടും അത്ഭുതം കണ്ടും ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നിൽക്കുന്ന പലരെയും കർത്താവ് എന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. സ്തോത്രം. കാരണം ഈ അടയാളം കണ്ടാൽ എക്സൈറ്റഡ് ആകും ആളുകൾ, വൈകാരികമായ ആളുകൾ എന്താ പറയുന്നത്, പെട്ടെന്ന് പ്രതികരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ണുനീരോ, അപ്പോൾ ഉണ്ടാകുന്ന ഒരു വിപ്ലവകരമായ ചിന്തയോ, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിച്ച് ചാടി എഴുന്നേൽക്കുന്നതോ, ഇതൊന്നും കർത്താവിന് വിഷയമല്ല. കർത്താവ് നോക്കുന്ന നിലനിൽക്കുന്ന വല്ലതും ഉണ്ടോന്നാ. സ്തോത്രം. അതിന് കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയ ഒരു മെസ്സേജിനകത്ത് മത്തായി സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ, തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായിയാൽ അവൻ അവയെ ശാസിച്ചു. സ്തോത്രം. ആളുകൾ വീര്യപ്രവർത്തികളാണ് പറയുന്നത്. പക്ഷെ യേശു പറഞ്ഞു, എടാ, വീര്യപ്രവർത്തി ഉണ്ടായത് എനിക്ക് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് നിന്നെ കാണിക്കാനല്ല, വീര്യപ്രവർത്തി ഉണ്ടായത് നിനക്ക് അതുമൂലം ഒരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ്. സ്തോത്രം. കർത്താവ് രോഗസൗഖ്യം തന്ന ആയുസ്സിനെ ദീർഘമാക്കിയത് കുറച്ച് നാളുകൂടെ കപ്പയും കഞ്ഞിയും കഴിച്ച് ഇവിടെ ഇങ്ങനെ കുറച്ച് നാളുകൂടെ ജീവിക്കാൻ വേണ്ടിയല്ല, ഇതിന്റെ പേരിൽ നിനക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ്. സ്വോത്രം. നിന്നെ മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചത് നിനക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയാ. വീര്യപ്രവൃത്തി ഏത് നടന്നോ അതിന്റെ എല്ലാം പർപ്പസ് മാനസാന്തരമാണ്. പക്ഷെ ഇന്നത്തെ മിനിസ്ട്രിയിൽ വീര്യപ്രവൃത്തി മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. കർത്താവിന്റെ ഉദ്ദേശം വീര്യപ്രവൃത്തി അല്ല, ആ വീര്യപ്രവൃത്തിക്ക് അപ്പുറത്ത് സംഭവിക്കുന്ന മാനസാന്തരം. അത് സംഭവിക്കാഞ്ഞത് കൊണ്ടാണ് ശാസിച്ചു തുടങ്ങി. കബർനൂമിനോട് പറഞ്ഞു, കബർനൂമേ, നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളത്തോളം താണുപോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? സ്തോത്രം. നീ ഉയരുകയാണെങ്കിൽ എവിടെ വരെ ഉയരണമായിരുന്നു? സ്വർഗത്തോളം പരമാവധി ഉയരണമായിരുന്നു. പക്ഷെ നിനക്ക് മാനസാന്തരം ഉണ്ടാകാത്തതുകൊണ്ട് നീ താഴും. എവിടെ വരെ താഴും? പാതാളം വരെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എക്സ്ട്രീമാ. വചനത്തിന്റെ മുമ്പിൽ സറണ്ടർ ആകുന്നവൻ ഉയരുകയാണ്, സ്വർഗം വരെ ഉയരും.
അത് പരമാവധി ഉയർച്ചയാണ്. അതിന്റെ മുകളിൽ ഒരു ഉയർച്ചയില്ല. അല്ലാത്തവൻ പാതാളം വരെ താഴും. അത് പരമാവധി താഴ്ചയാണ്. അതിന്റെ താഴെ ഒരു താഴ്ചയില്ല. സ്വോത്രം. കർത്താവ് അവരോട് പറഞ്ഞു, നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ, ബേത്സയിദയെ നിനക്ക് ഹാ കഷ്ടം, കോരസീനെ നിനക്ക് ഹാ കഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരിക്കുമായിരുന്നു. വീര്യപ്രവർത്തി നടന്നിട്ട് നിനക്ക് ഒരു മാനസാന്തരവും ഇല്ല. അപ്പോൾ ഒന്ന്, കർത്താവിൻ്റെ സ്തോത്രം പുനരാഗമനം ക്രിസ്തീയ പ്രത്യാശയുടെ സംഗ്രഹമാണ്. രണ്ട്, അന്ത്യകാല വിജ്ഞാനീയത്തിൻ്റെ ഹൃദയമാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതാണ് ഈ ഫിലിപ്പി ലേഖനം 2:20 നമ്മൾ വായിക്കുന്നത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്ന് രക്ഷിതാവായ കർത്താവ് വെളിപ്പെടും എന്നുള്ളതാണ്. കർത്താവ് വെളിപ്പെടും, അവിടെ നിന്ന് വെളിപ്പെടും. എല്ലാവരും കൂടെ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. അവിടെ നിന്ന് വെളിപ്പെടും. ഹല്ലേലൂയ. ആർക്ക് വേണ്ടി വെളിപ്പെടും? കാത്തു നിൽക്കുന്നവർക്കായി വെളിപ്പെടും. സ്തോത്രം. ഞാൻ ഇവ തമ്മിലുള്ള വ്യത്യാസം പുറകാലെ പറയുന്നത് കൊണ്ട് ഇപ്പം ഞാൻ ആ ഭാഗത്തേക്ക് കയറുന്നില്ല. ആർക്ക് വേണ്ടി വെളിപ്പെടും? കാത്തു നിൽക്കുന്നവർക്കായി വെളിപ്പെടും. ഈ കാത്തു നിൽക്കുന്നവർക്ക് യോഗ്യതയുണ്ട് കേട്ടോ. കാത്തു നിൽക്കുന്നവർക്ക് യോഗ്യതയുണ്ട്. കാത്തു നിൽക്കുന്നവരുടെ യോഗ്യത ക്ലീൻ ഷേവ് അല്ല. കാത്തു നിൽക്കുന്നവരുടെ യോഗ്യത വൈറ്റ് അല്ല. കാത്തു നിൽക്കുന്നവരുടെ യോഗ്യത ഈവൻ ആഭരണ വർജനം പോലും അല്ല. സ്തോത്രം. അപ്പൊ കാത്തു നിൽക്കുന്നവർ ഇത് ചെയ്യുമോ? വാസ്തവം മസ്റ്റായിട്ട് ചെയ്യും. ഇപ്പൊ ഈ വെള്ളയെപ്പറ്റി ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഭയങ്കര ചർച്ചയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സത്യമാണ്, സ്വർഗത്തിൽ ചെന്നാൽ വെള്ളയേ ഉള്ളൂ. കറുപ്പും പച്ചയും മഞ്ഞയും ഇവിടെ ഉള്ളൂ. സ്വർഗത്തിൽ ചെന്നാൽ ഞാനങ്ങനെ കണ്ടേ, ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ പച്ച ഉടുപ്പ് കൊടുക്കുമെന്നാണോ? ജയിക്കുന്നവന് ഞാൻ ചുവന്ന ഉടുപ്പ് കൊടുക്കുമെന്നാണോ? എന്തും ആകട്ടെ, ഞാൻ ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യം പറയാം. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുകയും ആരെ എതിർക്കുകയല്ല. ബൈബിളിൽ പറയുന്നു ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും. അപ്പം ഇവിടെ ഈ വെള്ളയോട് ഒത്തിരി അലർജി ഉള്ളവർ സ്വർഗത്തിൽ ചെന്നാൽ ചിലപ്പം ബന്ധപ്പെടും. കാരണം അവിടെ വെള്ളയേ ഉള്ളൂ. ചിലർക്ക് ഇവിടെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വലിയ പ്രശ്നമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ചെന്നാൽ ഇതേ ഉള്ളൂ. ഏതാ? വെള്ള. അത് അതിൻ്റെ വേറൊരു കാര്യം. ഞാനത് വന്ന വഴിക്ക് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വിശുദ്ധിയുടെ മാനദണ്ഡമായിട്ട് വെള്ള കാണരുത്. അങ്ങനെയാണെങ്കിൽ മറ്റു പലരും ഭയങ്കര വിശുദ്ധരാ. നമ്മൾ കൊല്ലം ഭാഗത്തൂടൊക്കെ പോകുമ്പം ചില വിശുദ്ധരും ഒക്കെ ഉണ്ട്. അത്രയും പറഞ്ഞ് ഞാൻ അങ്ങ് വിടുക. വെള്ള ഇടത്തുള്ളൂ. നമ്മൾ കരുനാപ്പള്ളി ഏരിയയിലൂടെ ഒക്കെ പോയാൽ മതി. ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാനിപ്പോൾ എന്തോ ചെയ്യാനാണ്. വെള്ള ഇടുന്നവരെല്ലാം വിശുദ്ധരാണെങ്കിൽ അവരെ വിശുദ്ധരാ. സ്തോത്രം. അപ്പം ഈ വിശുദ്ധൻ വെള്ളം ഇട്ടിട്ടേ അതുകൊണ്ട് കാര്യമുള്ളൂ, അല്ലാതെ അശുദ്ധം വെള്ളം ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. സ്തോത്രം. അവർ യോഗ്യന്മാരാകിയാൽ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടന്നെന്ന. അപ്പം യോഗ്യന്മാരാണ് വെള്ളം ധരിക്കുന്നത്. സ്തോത്രം. യോഗ്യന്മാർ, അത് നിത്യതയോടുള്ള ബന്ധത്തിലാണ്. വെളിപ്പാട് പുസ്തകത്തിലാണ് ആ ഭാഗങ്ങളെല്ലാം പറയുന്നത്. യോഗ്യന്മാരാകിയാൽ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടന്നെന്ന്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലർക്ക് ബാഹ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ആന്തരികമായി ഒരു മാറ്റവും ഇല്ല. അയ്യോ, അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. സ്തോത്രം. അതുകൊണ്ടാണ് കാത്തു നിൽക്കുന്നവരുടെ രക്ഷ. ഈ കാത്തു നിൽക്കുക എന്ന് പറയുമ്പോൾ അവരെ കുറിച്ച് പറയുന്നത്, തീത്തോസിലെ 2:12-13 നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും, നന്നായിട്ട് കേട്ടോണം, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട്, കേട്ടോ, നമ്മൾ കാത്തിരിക്കുക. ഏത്? ഒന്ന്, ഭാഗ്യകരമായ പ്രത്യാശ. രണ്ട്, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഇങ്ങനെ കാത്തിരിക്കുന്നവർ എന്നെ ചെയ്യുമെന്നറിയോ? 13 വാക്യത്തിൽ പറയാം, ഭക്തികേടും. അതാ വിഷയം. ഭക്തികേടും. അടുത്തത്, പ്രപഞ്ചമോഹവും വർജിച്ചിട്ട്. നന്നായിട്ട് കേട്ടോണം. ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ചിട്ട്. ചർച്ച വരുമ്പോൾ ഞായറാഴ്ചയല്ല, ജീവിതം മുഴുവൻ അതാണ്. ഭക്തികേട് വർജിക്കുന്നു. വർജനം വിശദീകരിക്കാൻ നേരം പോരാ. ഭക്തികേട് വർജിക്കുന്നു. അടുത്തത്, പ്രപഞ്ചമോഹം വർജിക്കുന്നു. എന്നിട്ട് ഭക്തികേടും പ്രപഞ്ചമോഹവും, ഈ പ്രപഞ്ചമോഹം എവിടെ കയറുന്നോ അവിടെ ഭക്തികേട് ഉണ്ടെന്ന് ഓർത്തോണം. ഇത് രണ്ട് സയാമീസ് ഇരട്ടകളെ പോലെയാ. സ്തോത്രം. പ്രപഞ്ചമോഹം കയറുന്നിടത്ത് ഭക്തികേട് വരും. കാരണം പ്രപഞ്ചമോഹത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഭക്തികേടിനെ അച്ഛൻ അപ്ലൈ ചെയ്യുന്നത്. സ്തോത്രം. പക്ഷെ അത് അവതരിപ്പിക്കുമ്പം വെളിപ്പാടായിട്ടായിരിക്കും അവതരിപ്പിക്കുന്നത്. നോ,
കുഞ്ഞ്, നീ ഭക്തികേടിനെ ചുമക്കുന്നെങ്കിൽ മറ്റേ പുള്ളി പുറകിലുണ്ട്. ആരാ? പ്രപഞ്ചമോഹം. അപ്പൊ ഇവിടെ പറയുന്നു ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിക്കണം. അടുത്തത്, ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ഭക്തിയോടും ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏത്? ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടുള്ള കാത്തിരിപ്പ് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഈ കാത്തിരിപ്പ് നമ്മുടെ അകത്തുണ്ടാകുമ്പോഴാണ് നമ്മൾ അറിയാതെ വിശുദ്ധരായി പോകുന്നത്. ഒരു ഹല്ലേലൂയ ഇവിടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ വളരെ സൂക്ഷ്മമായി മറകൂടാതെ പ്രസംഗിക്കണമെന്ന് എന്നെ പഠിപ്പിച്ച ഒരു ചിന്ത ഞാൻ പറയാം. വിശേഷിച്ച് ഈ കൊറോണ ടൈമിൽ എന്നെ വളരെ സ്വാധീനിച്ച ഒരു ചിന്തയാണ് ഈ 10 കന്യകമാരുടെ ഉപമ. അതിൽ 5 പേര് കൈവിടപ്പെട്ടു. ഈ കൈവിടപ്പെട്ടവർ ഏത് പാപം ചെയ്തിട്ട് കൈവിടപ്പെട്ടെ? അവരേത് പാപം ചെയ്തു? നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും പാപം അവർ ചെയ്തു? ഇല്ലല്ലോ. ഒറ്റ പാപവും ചെയ്തില്ലല്ലോ. ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും പാപം ചെയ്തോ? ഇല്ല. പക്ഷെ കൈവിടപ്പെട്ടു. അതെങ്ങനെ? ഞാൻ ആ വചനം ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഗൗരവതരമായ അലസതയായിരുന്നു അവരുടെ പാപം. വേറെ ഒന്നുമില്ലായിരുന്നു. അവർ കള്ളു കുടിച്ചില്ല, അവർ ശമ്പു തിന്നില്ല, അവർ ഹാൻസ് തിന്നില്ല, അവർ വേറൊന്നും ചെയ്തില്ല. അവരാകെ ചെയ്തത് ഗൗരവതരമായ അലസത. വിളക്കിൽ എണ്ണ എടുത്തു, പാത്രത്തിൽ എണ്ണ എടുക്കണ്ടെന്ന് അവർ കരുതി. വിളക്കിലെ എണ്ണ തീരുന്നതിന് മുമ്പ് മണവാളം വരുമെന്ന് അവർ ചിന്തിച്ചു. അത്രയേ ഉള്ളൂ. കൈവിടപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് പദം വളരെ ശ്രദ്ധിച്ചോണം. സ്തോത്രം. ദൈവവചനം കേൾക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടല്ലയോ? ദൈവദാസന്മാര് കറതീർന്ന് വചനം പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടല്ലയോ? ഉടനെ നമ്മൾ അവർക്കെതിരെ പ്രതികരിക്കുമല്ലേ? കുഞ്ഞെ, വചനം നിന്നെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ, പ്രസംഗകനല്ല, പാസ്റ്ററല്ല, പ്രസ്ഥാനമല്ല, പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല, വചനം നിന്നെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. പുനരാഗമനത്തിന്റെ പ്രതീക്ഷ വേണ്ട. പുനരാഗമനത്തിൽ നിനക്ക് പങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. എനിക്ക് ഈ മിനിസ്ട്രിയിൽ പങ്കാളിത്തം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നേ, അല്ല ഞാൻ വരികയില്ല. സ്വതന്ത്രം. വേറെ 100 കണക്കിന് പ്രഭാഷകരുണ്ടല്ലോ, ആരും ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇന്ന് എനിക്ക് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം ഉള്ളത് കൊണ്ട് ഞാൻ വന്നതാ. സ്വതന്ത്രം. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, ഇൻവിറ്റേഷൻ ഉള്ളവർക്ക് ആ ദൗത്യത്തിൽ പങ്കാളിത്തമുള്ളൂ. സ്വതന്ത്രം, സ്വതന്ത്രം, സ്വതന്ത്രം. പ്രപഞ്ചമോഹങ്ങൾ വർജിക്കുന്ന, ഭക്തികേടുകൾ വർജിക്കുന്ന, സ്തോത്രം, ഈ ലോകത്തിൽ സുബോധത്തോടെ ജീവിക്കുന്ന, ദൈവവചനം ശിക്ഷിച്ച് വളർത്തുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ആരുണ്ടോ അവർക്ക് മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ പങ്കാളിത്തം ഉള്ളൂ. അതുകൊണ്ട് വചനം ശിക്ഷിക്കാൻ പ്രാർത്ഥിക്കണം. സ്തോത്രം. അതിനെ ബാലശിക്ഷയുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പറയേണ്ടതാ. എബ്രായ ലേഖനം 12, 1 കൊരിന്ത്യർ ലേഖനം 11. നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മളെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ലോകത്തിനുള്ള ഒരു ശിക്ഷാവിധി ഉണ്ട്. നാം അതിനകത്തോട്ട് പോകാതിരിക്കാൻ കർത്താവ് നമ്മളെ ബാലശിക്ഷ കഴിക്കുക. അപ്പൊ ഈ ശിക്ഷ വാസ്തവത്തിൽ നമ്മളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ലോകത്തോടുകൂടെയുള്ള ശിക്ഷാവിധിക്കകത്തേക്ക് നമ്മൾ വീഴും. ഉറപ്പാ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടെ കരുതണം കേട്ടോ. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ കാത്തു നിൽക്കുന്നവർക്ക് യോഗ്യതകളുണ്ട്. ഇനി നമ്മൾ അറിയേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ കർത്താവിന്റെ പ്രത്യക്ഷത നനച്ചിരിക്കാത്ത സമയത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. വാക്യങ്ങളൊക്കെ വായിച്ച് വിശദീകരിക്കാൻ നേരം പോരാ. നനച്ചിരിക്കാത്ത സമയത്ത് സംഭവിക്കും. അതൊരു വലിയ കാര്യമാണ്. നനച്ചിരിക്കാത്ത സമയത്ത് സംഭവിക്കും. ആരും പ്രതീക്ഷിക്കാത്ത നേരത്ത് സംഭവിക്കും. ഇതുപോലെയുള്ളതൊന്നാണ് മരണം. നമ്മൾ അങ്ങനെ ഒരു പാട്ട് പാടുമല്ലോ, എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായിൽ എന്തു കഷ്ടമേ, കള്ളം പറയുമ്പോഴോ വള്ളത്തിൽ യാത്രയിലോ കള്ളക്കേസിനു പോയി കച്ചേരി തിണ്ണയിലോ, എപ്പോഴാണ് എൻ്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിൽ
എന്തു കഷ്ടമേ. മിനിഞ്ഞാന്ന് സാറേ എൻ്റെ ചർച്ചിലെ 6 വയസ്സുള്ള മോൻ, അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മിനിഞ്ഞാന്ന്. സ്തോത്രം. ബർത്ത്ഡേ കേക്ക് മേടിച്ചു, കട്ട് ചെയ്തു, കഴിച്ചു. കുഞ്ഞുങ്ങളെല്ലാം കൂടെ പുറത്തോട്ടിറങ്ങി കളിച്ചു. പെട്ടെന്ന് അവനെ വൊമിറ്റ് ചെയ്തു. അവൻ്റെ ചുണ്ടൊരു ഭാഗത്തേക്ക് കൂടിപ്പോയി. അവൻ്റെ ആ ചുണ്ട് പല്ലും കൂടെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ വായിൽ കൂടെ സലൈവ വരാൻ തുടങ്ങി. 6 വയസ്സുള്ള കുഞ്ഞാണ്, മിടുക്കൻ, സുന്ദരൻ. സ്തോത്രം. പെട്ടെന്ന് അവനെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി. അവിടുന്ന് തിരുവല്ല ബിലീവേഴ്സിലേക്ക് എത്തിച്ചു. അവിടെ വന്ന് അവർ MRIയും CT സ്കാനും ഒക്കെ എടുത്തപ്പോൾ അവർ പറയുന്നത് അവൻ്റെ ബ്രെയിന് ഒരു പ്രോബ്ലമുണ്ട്, ഒരു വെയിനുണ്ടായ ഒരു പ്രോബ്ലമാണ്. ആര് ചിന്തിച്ചു? 6ാമത്തെ ബർത്ത്ഡേക്ക് വേണ്ടി അവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച ആളുകൾ ചിന്തിച്ചോ? അവന് കേക്ക് മേടിച്ചു കൊടുത്ത അവൻ്റെ മമ്മി ചിന്തിച്ചോ? ആര് ചിന്തിച്ചു ഇങ്ങനൊരു പ്രശ്നം ആ കുഞ്ഞിനെ വരുമെന്ന്? ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും ഒന്നിനും അതീതരല്ല. സ്തോത്രം. നമ്മൾ വെറും മനുഷ്യരാ, നമ്മൾ. അതെപ്പോഴും ഓർത്തോണം. നമ്മൾ പച്ചയായ മനുഷ്യരാ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ പത്രത്തിൽ 10 കോടി പേര് കൊറോണയാൽ ബാധിക്കപ്പെട്ടെന്നാണ് പറയുന്നത്. 10 കോടി പേര് കൊറോണയാൽ ബാധിക്കപ്പെട്ടു. അതിൽ സ്തോത്രം 21 ലക്ഷം പേര് മരിച്ചു. ആമേൻ. 21 ലക്ഷം പേര് മരിച്ചു. എനിക്കും വന്നു സാറേ. സ്തോത്രം. ഞങ്ങൾ ഫുൾ ഫാമിലി എഫക്റ്റ് ചെയ്തു. ഞാൻ ആ ദിവസങ്ങളിൽ ചിന്തിച്ചപ്പം എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു കാര്യം, കർത്താവേ, 21 ലക്ഷം പേര് മരിച്ച ഒരു പ്രശ്നം എനിക്ക് വന്നേക്കുന്നേ, പക്ഷെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ആമേൻ. അങ്ങനെ എത്രയോ പേരല്ലേ നമ്മുടെ ഇടയിൽ തന്നെ, ഒരുപക്ഷെ ഇവിടെ തന്നെ മറ്റു പലരും കാണുമായിരിക്കും, എത്രയോ പേര്. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ എത്ര ക്ഷണീകരാണെന്ന് അറിയണം. നമ്മൾ എത്ര ക്ഷണീകരാണ്. അപ്പം മരണം നമുക്ക് നിശ്ചയമില്ലാത്തതുപോലെ തന്നെ ഉള്ള ഒരു സംഭവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. നനച്ചിരിക്കാത്ത നാഴികയിൽ അത് സംഭവിക്കും. സ്തോത്രം. അതുകൊണ്ട് സഭ ഒരുങ്ങിയിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, അലസത കൊണ്ടല്ല. ചിലരുടെ ചിന്ത പോകുമെന്ന്. നോ, പോകും. കർത്താവ് കൈവിടത്തില്ല. അല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സഭാവിഭാഗത്തിന്റെ പേരുള്ളവരെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. നമ്മളിവിടെ വായിക്കുന്നു, തനിക്കായി കാത്തു നിൽക്കുന്നവർക്കായി. സ്തോത്രം. 1, പാപത്തെ കൈകാര്യം ചെയ്യാൻ അവൻ പ്രത്യക്ഷനായെങ്കിൽ. 2, പാപത്തെ ന്യായം വിധിക്കാൻ. പാപം കൂടാതെ പാപത്തെ കൈകാര്യം ചെയ്യാത്തവനായി തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടത്തെ ചേർക്കാൻ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകാൻ പോകുന്നു. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. സഭ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ വരികയും നിങ്ങളെ മാനസാന്തരപ്പെടാത്തവരെ കാണുകയും ചെയ്താൽ നിങ്ങളുടെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് ഞാനങ്ങ് നീക്കിക്കളയും. ഞാൻ വരുമ്പോൾ, എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ വരുമ്പോൾ നിങ്ങൾ മാനസാന്തരം കാണണം. സ്തോത്രം. മിക്കവാറും ആളുകൾ മാനസാന്തരപ്പെടുന്നത് ഒന്നുകിൽ ഭൂതം ഇളകുമ്പോൾ മാനസാന്തരപ്പെടും. കാരണം പോരാട്ടം അടിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ മേല. അതുകൊണ്ടാണ്. കർത്താവേ, കുറവുകളെല്ലാം ക്ഷമിക്കണേ. കാരണം പാസ് പേടിപ്പിക്കും, പോരാട്ടം അടിക്കരുത്, മര്യാദയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചോണം എന്നൊക്കെ പറയും. അപ്പം കർത്താവേ സഹായിക്കണേ, ക്ഷമിക്കണേ കർത്താവേ. അതുപോലെ നല്ല പ്രവാചകന്മാരൊക്കെ വന്നാലേ പറയത്തുള്ളൂ. 8ാം മാസം 8ാം തീയതി, 10ാം മാസം 10ാം തീയതി, ഇതൊന്നും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അനങ്ങില്ല. നല്ല പ്രവാചകന്മാർ വരണം. പച്ചലയും കത്രിയും പോലെയുള്ള പ്രവചനം പറയുന്ന പ്രവാചകന്മാർ വരണം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാം, കർത്താവേ കുറവുകളെല്ലാം ക്ഷമിക്കണേ, മറ്റേ കാര്യം പറയല്ലേ എന്നൊക്കെ നമ്മൾ പറയും. സ്തോത്രം. മറ്റേ കാര്യം നമുക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്, അതാരും പറയല്ലേ. വെളിവില്ലാത്ത പ്രവാചകനാണ്. ഇനി ഇയാൾ ഇതെല്ലാം വിളിച്ച് പറഞ്ഞെങ്കിൽ സഭക്കാരും കേൾക്കും, പാസ്റ്ററും കേൾക്കും, എല്ലാം കേൾക്കും, ആകെപ്പാടെ പുല്ലാപ്പാകും. അതുകൊണ്ട് മറ്റേ കാര്യം, അയ്യോ പിന്നെ കർത്തൃമേശ വരും. അന്നേരം കഠിനമായ ഒരു പറച്ചിലുണ്ട്. അയോഗ്യമായി അപ്പം തിരികെ പാനപത്രം കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ രക്തവും ശരീരവും സംബന്ധിച്ച കുറ്റക്കാരൻ ആകും. ഇത് ഹേതുവായി ചിലർ ബലഹീനർ. അത് കുഴപ്പമില്ല, ബലഹീനതൊക്കെ നമ്മൾ എന്ത് മന്ത്രം കണ്ടോ, രോഗികളാകും. അതും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഒത്തിരി ആശുപത്രി ഉണ്ടല്ലോ. ഇപ്പുറത്ത് മറിയ കിടക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് ഹോളി ക്രോസ് കിടക്കുന്നു, പിന്നെ കൊട്ടാരക്കരയോട്ട് ഗവൺമെൻറ് ആശുപത്രി കൊട്ടാരക്കരയോട്ട് പോയ വിജയാസ് കിടക്കുന്നു, പന്തളത്തോട്ട് പോയാൽ ഏതാ പിന്നെ മെഡിക്കൽ മിഷൻ കിടക്കുന്നു. പിന്നെ അവിടുന്ന് അങ്ങ് മുളക്കഴിയിലോട്ട് ചെന്ന സെഞ്ചുറി കിടക്കുന്നു. തിരുവല്ലയിലോട്ട് പോയാൽ 2ാം മെഡിക്കൽ കോളേജ് പുഷ്പഗിരി കിടക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് പിന്നെ ബിലീവേഴ്സ് കിടക്കുന്നു. ഇനി ഇച്ചിരി കാശ് കുറഞ്ഞത് മതിയെങ്കിൽ ഇടയ്ക്ക് സായിപ്പിൻ്റെ ആശുപത്രി കിടക്കുന്നു. ഇനി അവിടുന്ന് അങ്ങ് കോട്ടയത്തോട്ട് പോയി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് കിടക്കുന്നു, കാരിത്താസ് കിടക്കുന്നു, ജനറൽ ഹോസ്പിറ്റൽ കിടക്കുന്നു. അതുകൊണ്ട് ഈ രോഗമെന്നൊന്നും പറഞ്ഞാൽ പേടിക്കുകയില്ല.
ഇനി മറ്റേ പുറകെ വേറെ സാധനം കിടപ്പുണ്ട്, അതാണ് പേടി. നിദ്ര കൊള്ളുമെന്ന് പറയുന്നതാണ്. അയോഗ്യമായ അപ്പം തിന്നുകയും മാനമാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ ഇത് ഹേതുവായി ചത്തുപോകുമെന്ന് പറയുന്നത് നമുക്ക് വലിയ പേടിയാണ്. അതുകൊണ്ട് നമ്മൾ പറയും, കർത്താവേ ക്ഷമിക്കണേ, ക്ഷമിക്കണേ, കർത്താവേ ക്ഷമിക്കണേ. സ്തോത്രം. അപ്പം ഭൂതളകുമ്പോഴും പ്രവാചകം വരുമ്പോഴും കർത്തൃമേശ മുന്നിൽ വരുമ്പോഴും അല്ല മാനസാന്തരം. മാനസാന്തരം മരണം എപ്പോൾ വരുമെന്ന് അറിയാത്തതുപോലെ തന്നെ കർത്താവിൻ്റെ വരവും എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. കർത്താവ് നോക്കുന്ന ഏക കാര്യം, ഞാൻ വരുമ്പോൾ എനിക്ക് യോഗ്യമായ മാനസാന്തരം നിന്നിലുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് സഭ ഒരുങ്ങിയിരിക്കണം. സ്തോത്രം. ഫെയ്ത്ത് ഫെലോഷിപ്പ് ചർച്ചിന്റെ 27ാമത് ജനറൽ കൺവെൻഷന്റെ 1ാമത്തെ രാത്രി ദൈവം എനിക്ക് തന്ന നിയോഗത്തിനകത്ത് നിന്ന് ഈ ദൈവസഭയോടും ദൈവസഭയിലുള്ള സകലമാന വിശ്വാസ സമൂഹത്തോടും ഏതെല്ലാം ഫേസ്ബുക്ക് പേജുകളിലും ഗ്രൂപ്പിലും ഏതെല്ലാം യൂട്യൂബ് ചാനലുകളിലും ഈ മെസ്സേജ് വരുമോ അവിടെയെല്ലാം ഉള്ളവരോടും ഇന്ന് രാത്രി ദൈവം എനിക്ക് തന്ന നിയോഗത്തിൽ പറയുകയാണ്, ഒരുങ്ങിയിരിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രഥമ ആഗമനത്തിൽ ലോകം അവനെ കൈക്കൊണ്ടില്ല. സ്തോത്രം. സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് രണ്ടാമത് പുനരാഗമിക്കുവാൻ പോകുന്നത്. സ്തോത്രം. ഇപ്പോഴും കൈക്കൊള്ളാത്തവർ കാണും. എത്ര പറഞ്ഞാലും നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ സാമർത്ഥ്യത്തോടെ മന്ത്രം ചൊല്ലിയിട്ടും കേൾക്കാത്ത പോട്ടയാണല്ലേ. എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ചിലർക്ക് മതമായി പോയെന്ന്, സ്പിരിച്വാലിറ്റി മതമായി പോയി. പെന്തക്കോസ്ത് മതം. ആമേൻ. പലർക്കും മതാത്മക വിശ്വാസമാണ്, റിലീജിയോസിറ്റി എന്ന് പറയാം അതിനെ. മതാത്മക വിശ്വാസം മതത്തിന്റെ ഫെയ്ത്താണ്, ആചാരങ്ങൾ മാത്രമാണ്. നോ, ഇന്ന് രാത്രിയിൽ ആചാരമല്ല, ഈ രാത്രിയിൽ തികഞ്ഞ 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 മാനസാന്തരമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. മാനസാന്തരം. ഹല്ലേലൂയ. ഒന്നാം വരവിൽ കൈക്കൊള്ളാത്തവർ ഉണ്ടായിരുന്നെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ രണ്ടാം വരവിൽ ഒരുങ്ങുന്ന സഭയ്ക്ക് വളരെ പ്രാധാന്യതയുണ്ട്. വളരെ സൂക്ഷ്മതയോടെ സ്തോത്രം കൈകാര്യം ചെയ്യണം. ഇനി ഈ കർത്താവിൻ്റെ പെട്ടെന്ന് നിർത്താമേ. കർത്താവിൻ്റെ രണ്ടാം വരവ് വെളിപ്പെടുത്തുന്നത് എന്താണ്? 1, 2 എന്ന് ഞാൻ പറയാം. 1, കർത്താവിൻ്റെ രണ്ടാം വരവോടുകൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ ചരിത്രം തന്നെ മാറാൻ പോവാ. ഇപ്പം ഈ കൊറോണയ്ക്ക് മുൻപും കൊറോണയ്ക്ക് ശേഷവും എന്ന് പറയുന്ന ഒരു കാലം വരും. സ്തോത്രം. പാൻഡമിക്കിന് മുൻപ്, പാൻഡമിക്കിന് ശേഷം. അതുപോലെ കർത്താവിൻ്റെ വരവിന് ശേഷം പ്രപഞ്ചം മുഴുവൻ ചലിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വരവിൻ്റെ സ്തോത്രം ആ ലക്ഷ്യം വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കർത്താവ് എല്ലാത്തിൻ്റെ നിയന്ത്രിതാവാണെന്നുള്ള സത്യം വെളിപ്പെടുത്തും. ആമേൻ. കർത്താവ് എല്ലാത്തിൻ്റെ നിയന്ത്രിതാവാണ്. ചുമ്മാ ഒരു മതം ആരാധിക്കുന്ന ഒരു ആരാധന സ്തോത്രം മൂർത്തി എന്നുള്ളതല്ല. കർത്താവ് എല്ലാത്തിൻ്റെ ക്രിയേറ്ററാണ്, അവനാണ് ദൈവം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. സാക്ഷാൽ ദൈവം, സാക്ഷാൽ രക്ഷകൻ. സ്തോത്രം. ആ രക്ഷകൻ, ആ സൃഷ്ടിതാവ്, ആ കർത്താവ് സകലത്തിന്റെ നിയന്ത്രിതാവാണെന്ന് ലോകം തിരിച്ചറിയണം. ആമേൻ. അതാ ഒന്നാമത് സംഭവിക്കാൻ പോകുന്നത്. ആമേൻ. 2, അവിടുത്തെ വചനം, അവിടുത്തെ വാഗ്ദത്തം, അവിടുത്തെ പ്രവചനം ഇവയെല്ലാം നിറവേറുന്നതാണെന്നും ദൈവം അവയെ നിറവേറ്റുമെന്നും സ്തോത്രം, അവയെ നിറവേറ്റാൻ ദൈവം വിശ്വസ്തനാണെന്നുമുള്ള വലിയ തിരിച്ചറിവ്. ഈ IPCയുടെ ജനറൽ കൺവെൻഷനിൽ KJ തോമസ് പാസ്റ്റർ പ്രസംഗിച്ച പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ വളരെ സ്പർശിച്ചു. സ്തോത്രം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അത് ഞാൻ സാന്ദർഭികമായി അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. ഈ ബാലിൻ്റെ പ്രവാചകന്മാർ ബാലിനെ ആരാധിച്ച വലിയ പറയാൻ ഞാൻ ഒരുത്തം മാത്രം ശേഷിക്കുന്നു, ബാക്കി മുഴുവൻ ബാലിനെയാണ് ആരാധിക്കുന്നത്. ഒറ്റ മനുഷ്യൻ, ഒരു രാജ്യത്തിൽ ഒറ്റ മനുഷ്യൻ മാത്രം ദൈവത്തെ ആരാധിക്കുന്നു, ബാക്കിയെല്ലാം ബാലിനെ ആരാധിക്കുക. സ്തോത്രം. 3 വർഷവും 6 മാസവും മഴ പെയ്യാതിരുന്നത് KJ തോമസ് പാസ്റ്ററുടെ ഭാഷയാണ്. അദ്ദേഹം പറയുന്നത് 3 വർഷവും 6 മാസവും മഴ പെയ്യാതിരുന്നപ്പോൾ സ്തോത്രം ആ ജനം മുഴുവൻ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്, ബാലല്ല ദൈവം. ബാലാണ് ദൈവമെങ്കിൽ
1-ാം വർഷം മഴ പെയ്യേണ്ടതാണ്, പോട്ടെ 2-ാം വർഷം പെയ്യണമായിരുന്നു, പോട്ടെ 3-ാം വർഷമെങ്കിലും പെയ്യണമായിരുന്നു, അല്ലെ 3.5 വർഷത്തിലെങ്കിലും. അപ്പം അവർക്ക് മനസ്സിലായി ബാലല്ല ദൈവം. ആമേൻ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം അതൊരു വലിയ തിരിച്ചറിവാ പ്രിയരെ, അതൊരു വലിയ തിരിച്ചറിവ്. അതുപോലെ തന്നെ സ്തോത്രം, കർത്താവിന്റെ വരവിൽ ലോകം അറിയുന്ന ഒരു സത്യമുണ്ട്, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു പാട്ടുണ്ട്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ എൻ്റെ യേശു മാറാത്തവൻ. കർത്താവ് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാ, വാക്ക് മാറാത്തവൻ. ലോകം അതറിയും. കാരണം ഇത്രയും മീറ്റിംഗ് നടക്കുകയല്ലേ, ഇപ്പം തന്നെ എന്തോരം മീറ്റിങ്ങുകളാണെന്നറിയോ. സ്തോത്രം. സോഷ്യൽ മീഡിയ തുറക്കണ്ട എല്ലാവരും. കാരണം ഇപ്പം പാനാസോണിക്കിൻ്റെ ക്യാമറ മേടിച്ച് വെക്കാനൊക്കെ ഇപ്പം എല്ലാവരും കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷേ 5000 രൂപ ഉണ്ടെങ്കിൽ ഫോണിലൊരു ക്യാമറയും പിന്നെ 190 രൂപ ഉണ്ടെങ്കിൽ 1 GB ഇൻ്റർനെറ്റും കിട്ടും. തീരുന്നിടം വരെ ലൈവാ. സ്തോത്രം. തുറന്നങ്ങോട്ട് വെക്കുക, ലൈവാണ്. ആമേൻ. അത് മോശമാണെന്നല്ല, നല്ല കാര്യമാണ്. കാരണം എവിടെ തൊട്ടാലും അതിനാ. മറ്റേ കോമഡിയും ടിക്ടോക്കും പിന്നെ സിനിമയൊക്കെ കിടന്നിടത്ത് ഇപ്പം മുഴുവൻ യോഗമാണ്. സ്തോത്രം. കൈയടിച്ച് പാടുന്നവർ അങ്ങനെ പാടുന്നു, ഡ്രം അടിച്ച് പാടുന്നവർ അങ്ങനെ പാടുന്നു, കീബോർഡ് വെച്ച് പാടുന്നവർ അങ്ങനെ പാടുന്നു. ഇതൊന്നും വെച്ച് പാടാൻ പറ്റാത്തവർ അവരവരുടെ നിലയിൽ പാടുന്നു. സ്തോത്രം. എന്തായാലും പാട്ടും പ്രസംഗവും പരിപാടിയും തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ആളുകൾക്കൊക്കെ മെസ്സേജ് മനസ്സിലായിട്ടുണ്ട്. കർത്താവ് മടങ്ങി വരുമ്പോൾ ഈ ലോകം തിരിച്ചറിയും ദൈവം വിശ്വസ്തനാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇനി ഈ 2-ാം വരവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശത്തിലേക്ക് ഞാൻ വരാം. യേശു ആദ്യമായി ലോകത്തിലേക്ക് വന്ന് അവിടുത്തെ ഉദ്ദേശത്തെ പൂർത്തീകരിച്ചു, പാപത്തെ പരിഹരിച്ചു, മരണത്തിന്റെ അധികാരിയെ നീക്കി സാത്താനെ തോൽപ്പിച്ചു. 2-ാം വരവ് അതുപോലെ സഭയുമായി മാത്രം ബന്ധപ്പെട്ടത്. 1, 2, 3 എന്ന് പറയാം. 1, ആമേൻ, വീണ്ടെടുപ്പ് പൂർത്തിയാകും. നമ്മുടെ വീണ്ടെടുപ്പിന്റെ ഒരു ഘട്ടമേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ആത്മാവേ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മുടെ ശരീരം, അതുകൊണ്ടാണ് നര വന്നത്. നര മറയ്ക്കാൻ വേണ്ടി ചിലർ ഗാർണിയറും ഗോദ്രേജും ഒക്കെ അടിച്ച് പിരിക്കുക നടക്കുന്നെങ്കിലും അതിനകത്ത് നരയുണ്ട്. നര വന്നത് ശരീരം വീണ്ടെടുക്കപ്പെടാത്തതുകൊണ്ടാണ്. സ്തോത്രം. രോഗം വരുന്നത് ശരീരം വീണ്ടെടുക്കാത്തതുകൊണ്ട്, അംഗവൈകല്യം ശരീരം വീണ്ടെടുക്കപ്പെടാത്തതുകൊണ്ട്, ഇന്ന് അനുഭവിക്കുന്ന സകല ശാരീരിക ബലഹീനതകളും ശരീരം വീണ്ടെടുക്കപ്പെടാത്തതുകൊണ്ട്, മരണം നടക്കുന്നതും വീണ്ടെടുക്കപ്പെടാത്തത് കൊണ്ട്. പക്ഷേ ഈ ശരീരം വീണ്ടെടുക്കപ്പെടാൻ പോവുകയാണ്. ജരാനരകൾ ബാധിക്കാത്ത, മരണം ബാധിക്കാത്ത, രോഗം ബാധിക്കാത്ത, ബലഹീനത ബാധിക്കാത്ത ഈ ശരീരം മാറാൻ പോവുകയാണ്. അതാ ഫിലിപ്പ് ലേഖനം പറയുന്നത്, അവൻ സകലത് തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടും. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അന്ന് വീണ്ടെടുപ്പ് പൂർണ്ണമാകത്തുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടെടുപ്പിൻ നാളിലേക്ക് നമ്മെ മുദ്രയിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എഫേസ്യ ലേഖനം 1:7 പറയുന്നു, യേശുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. എഫേസ്യ ലേഖനം 1:14 പറയുന്നു, അവന്റെ വാഗ്ദത്തത്തിന് അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നമ്മെ വീണ്ടെടുപ്പിൻ നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നത്. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് ആത്മാവാണ്. ഹല്ലേലൂയ. ഇനിയൊരു വീണ്ടെടുപ്പ് നടക്കാനുണ്ട്. ഒന്നുകിൽ അത് കർത്താവിന്റെ വരവിലാണ്, അല്ലെങ്കിൽ സ്തോത്രം നമ്മുടെ മരണത്തോടുള്ള ബന്ധത്തിലാണ്. ഹല്ലേലൂയ. ചേർന്ന ഒരാമയം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടും, പിന്നെ മരണം ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പീറ്റർച്ചാൻ പാടിയത്, മുറവിളിയും ദുഃഖവുമില്ല പുത്തൻ യെരൂശലേം നഗരമതിൽ പൊൻപുലരിയിൽ ഒത്തുചേർന്ന് പൊന്നേശുവിനെ സ്തുതിക്കും മറുകരയിൽ നാം കണ്ടിടും മറുവിലയായൻ നാഥനെ. അവിടെ നമ്മൾ കാണുമെന്ന്. അവിടെ മുറവിളിയില്ല, ദുഃഖമില്ല, അവിടെ മരണമില്ല, അവിടെ രോഗമില്ല. നാം വീണ്ടെടുക്കപ്പെടും. ഹല്ലേലൂയ. അതാ നമ്മൾ പാടുന്നത്, വീണ്ടെടുപ്പിൻ നാളടുത്തിതാ, മാറ്റൊലി നാം കേട്ടിടുന്നിതാ. ആ ശരീരത്തിന്റെ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ സമ്പൂർണമായ വീണ്ടെടുപ്പിന്റെ നാളടുത്തു. അതിന്റെ മാറ്റൊലി നമ്മൾ കേൾക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അപ്പോ 1, വീണ്ടെടുപ്പിന്റെ പൂർണ്ണത. 2, മരിച്ചവരുടെ ഉയർപ്പ്. 3, ഹല്ലേലൂയ, മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ന്യായവിധി. 4, സ്തോത്രം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഭയുടെ എടുക്കപ്പെടൽ.
കെ വി സൈമൺ സാർ പറയുന്ന പോലെ 1000 കോടി വാനഗോളങ്ങളെ താണ്ടി ഇവിടെ നിന്ന് എടുക്കപ്പെടും. അതാ റാപ്ചർ. എടുത്തുകൊണ്ടു പോകുക, മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുക, സ്ഥലം മാറ്റുക, തട്ടിപ്പറിക്കുക. തൻ്റെ സഭയാകുന്ന മണവാട്ടിയെ കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കിയാലക്ക് വെളുപ്പിച്ച കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഒന്നുമില്ലാത്ത തൻ്റെ മണവാട്ടിയാകുന്ന സഭയെ ഒരു പരുന്തു കോഴിക്കുഞ്ഞിനെ റാഞ്ചിയെടുത്തു കൊണ്ടുപോകുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ ഭേദിച്ചുകൊണ്ട് ആകാശമണ്ഡലങ്ങളെ കീറി പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ എടുത്തുകൊണ്ടു പോകും. അതത്രേ സഭയുടെ എടുക്കപ്പെടൽ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ സമയം പോകുന്നു, പാട്ടിങ്ങനെ മനസ്സ് വന്നുകൊണ്ടേയിരിക്കുക. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തി, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതർ സേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകട്ടെ ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അത് ഭാഗ്യം. സ്തോത്രം. നമ്മൾ ഇവിടെ നിന്ന് എടുക്കപ്പെടും. കാഹളനാദം കേൾക്കാറായി, സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം അറിയണം, പുതിയ നിയമത്തിലെ ഓരോ തലമുറയും അവരവരുടെ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഓരോ തലമുറയും. പൗലോസൊക്കെ അവരുടെ കാലഘട്ടത്തിൽ വരുമെന്നാണ് ചിന്തിച്ചത്. അതുപോലെ ചരിത്രം പരിശോധിച്ചാൽ ഓരോ ഭക്തന്മാരും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കാലഘട്ടത്തിൽ കർത്താവ് വരുമെന്ന്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 26 വർഷമായിട്ട് ഞാൻ മിനിസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ്. സ്തോത്രം. 26 വർഷം ഞാൻ അതിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 24 വർഷമായി കാണും. സ്തോത്രം. കൊച്ചു പ്രസംഗം. ഞാൻ ഒരു സുവിശേഷ പ്രഭാഷകനായത് 2013 സ്തോത്രം. ഇപ്പോൾ ഒരു ഇത്ര വർഷമായുള്ളൂ. സ്തോത്രം. അതിനു മുമ്പ് ബൈബിൾ കോളേജിലൊക്കെ പോയാൽ പിന്നെ പ്രസംഗിക്കുമല്ലോ. അന്ന് തൊട്ടേ പ്രസംഗിക്കുകയാണ് കർത്താവ് വരും. പക്ഷേ ഇന്ന് പ്രസംഗിക്കുമ്പോഴേ എനിക്ക് മടുപ്പില്ല. ഇല്ല. സ്തോത്രം. എൻ്റെ ഹൃദയം കത്തുന്ന മെസ്സേജ് ഇന്നും കർത്താവിൻ്റെ വരവാ. ഒരു മടുപ്പുമില്ല. അത് റോമലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ അകത്ത് ദൈവം അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഈ ക്യാമറയിൽ സെറ്റപ്പ് ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്. അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഇതിൻ്റെ ഫ്രെയിം കറക്റ്റ് ആകുന്നത്, ലൈറ്റ് കറക്റ്റ് ആകുന്നത്, ഇതറിയാമല്ലോ. തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ആകെപ്പാടെ കോളമാകും. സ്തോത്രം. ഈ മിക്സറിനകത്ത് സെറ്റിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് അത് പാട്ട് പാടുമ്പോൾ ഡിലേ വരുന്നത്, അല്ലാത്തപ്പോൾ എഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പം അതിൽ ഒരുപാട് നോബും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് അറിയാവുന്നവനറിയാം. അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഈ സ്പീക്കേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ അകത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള പ്രതീക്ഷ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. സാമുലൂട്ടി സാറ് 91 മുതലുള്ള ചരിത്രമാണ് മുമ്പ് ഇവിടെ പറഞ്ഞ്. സ്തോത്രം. ആമേൻ. അപ്പോൾ അതിന് മുൻപേ ഒരുപക്ഷെ എൻ്റെ പ്രായത്തേക്കാൾ കൂടുതൽ മിനിസ്ട്രി പരിചയം ചിലപ്പോൾ സാറിന് കാണുമായിരിക്കും. മടുപ്പുണ്ടായോ സാറേ? മടുപ്പുണ്ടായില്ല. അതാ അതിൻ്റെ വിഷയം. സ്തോത്രം. 60 വർഷം പ്രസംഗിച്ച 60 വർഷം മിനിസ്ട്രി ചെയ്ത ഒരു ദേവദാസനെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. മടുപ്പുണ്ടോ അച്ഛാ? ഒരു മടുപ്പില്ല. അച്ഛാ ഇനിയും പ്രസംഗിക്കാൻ സമയം കിട്ടിയാൽ എന്നെ പ്രസംഗിക്കും. കർത്താവ് വീണ്ടും വരുമെന്ന് പ്രസംഗിക്കും. ചേർന്ന് രാമയും പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എല്ലാ തലമുറയുടെയും പ്രതീക്ഷ അതാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ മരണം കാണാതെ എടുക്കപ്പെടും. ഞാൻ ചിന്തിക്കുന്ന ഒരു വലിയ ഭാഗ്യം എന്നാണെന്നറിയാമോ? നമ്മൾ ഇവിടുന്ന് മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേറ്റിട്ട് പിന്നെ നാം രൂപാന്തരം പ്രാപിച്ച് അവരോടൊരുമിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഈ മരണത്തെ ആകാശമണ്ഡലത്തിൽ കൂട്ടിമുട്ടുന്ന ഒരു സമയം കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. പൈശാചിക മണ്ഡലത്തെ അവിടെ നമ്മൾ ചെന്ന് നിന്നിട്ട് ഈ പിശാചിനെ കളിയാക്കി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിന്റെ ജയം എവിടെ? നീയല്ലേ പറഞ്ഞേ കൊല്ലുവന്ന്, നിന്റെ ജയം എവിടെ? അതൊരു ഭാഗ്യമായിരിക്കും. നമ്മുടെ തലമുറയിലാണ് അങ്ങനെ ഒരു അവസരം. അതൊരു ഭാഗ്യമാണ്. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? അതൊരു ഭാഗ്യമായിരിക്കും. അങ്ങോട്ട് പറന്നു പോകുന്ന കൂട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം. കോട്ട കെട്ടി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ നോക്കിയിട്ട് നിന്റെ ജയം. എൻ്റെ ചിന്ത ഞാൻ പറയുകയാണ്, നമ്മൾ ഈ രൂപാന്തരം പ്രാപിക്കുമ്പം എന്തുവാ ഫീലെന്നൊന്നും പറയാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? നമ്മൾ ഇതുവരെ കാത്തിരുന്ന സംഭവം നമ്മൾ നടക്കുകയല്ലേ. അപ്പം പിന്നെ നമുക്കറിയാതെ ഇതൊക്കെ വരുമെന്നാണ് എൻ്റെ ചിന്ത. നമ്മൾ ഈ കേട്ട കർത്താവ് അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഞാൻ പോയി കഴിഞ്ഞാൽ കാര്യസ്ഥൻ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർപ്പിക്കും. അപ്പം പെട്ടെന്ന്
പെട്ടെന്ന് നമ്മുടെ അകത്തൂടെ എൻ്റെ ചിന്ത ഞാൻ പറയാം, നമ്മുടെ ഈ പ്രത്യാശ എല്ലാം കൂടെ കേട്ട പ്രസംഗങ്ങളും വായിച്ചതും അറിഞ്ഞതും എല്ലാം കൂടെ ഒരു വേള നമ്മുടെ അകത്തൂടെ ഇങ്ങനെ കത്തി കയറുമെന്ന് എൻ്റെ ചിന്ത. ഹല്ലേലൂയ. ഞാനൊരു ഭാവന പറയുക, അങ്ങനെ ആയിരിക്കണം. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ചോദിക്കും, നിന്റെ ജയം എവിടെ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ തലമുറയുടെയും പ്രതീക്ഷ ചെയ്ത ഞങ്ങളുടെ തലമുറയിൽ, എൻ്റെ തലമുറയിൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ്യം ഒന്ന് വന്നായിരുന്നേ കൊള്ളായിരുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അപ്പം തന്നെ ഇതിനെ കളിയാക്കുന്ന വേറൊരു തലമുറയുണ്ട്. പത്രോസ് ലേഖനത്തിൽ പറയുന്നു, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളണം. സ്വന്തം മോഹത്തെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. എന്തിയാ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം? നിങ്ങൾ ഒത്തിരി നാളായിട്ട് നിങ്ങൾ 1-ാം ദിവസം റജി ശാസ്താങ്കോട്ടെ, 2-ാം ദിവസം അനിൽ കൊടുത്തോട്ടം, 3-ാം ദിവസം TD ബാബുച്ചാന്, നിങ്ങൾ ഭയങ്കര പ്രസംഗമല്ലായിരുന്നു. അതിനു മുമ്പ് സ്തോത്ര സാമുവൽ സാറിൻ്റെ ഉദ്ഘാടനം, നിങ്ങൾ ഭയങ്കര പ്രസംഗം, വന്നില്ലല്ലോ. 27 വർഷവും പ്രസംഗിച്ചല്ലോ, വന്നില്ലല്ലോ. കഴിഞ്ഞ പ്രശ്നത്തെ സബ്ജക്റ്റ് ഞാൻ ഓർക്കും, ദൈവരാജ്യമായിരുന്നു. സ്തോത്രം. നിങ്ങൾ പ്രസംഗിക്കല്ലായിരുന്നു ദൈവരാജ്യം, കർത്താവിൻ്റെ വരവ്. നിങ്ങളങ്ങ് ഭയങ്കര ഡിവൈഡ് ചെയ്യുന്നു, കൊടുക്കുന്നു, പ്രസംഗിക്കുന്നു. എന്തിയാ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? സ്തോത്രം. ചിലരൊക്കെ പറയത്തില്ലേ, എടാ ഇപ്പോഴൊന്നും വരത്തില്ലടാ. എൻ്റെ ചിന്ത ഞാൻ പറയാം, ഈ തമാശയ്ക്ക് പോലും കർത്താവിൻ്റെ വരവിനെ തുടരുതെന്നാണ് എൻ്റെ ചിന്ത. തമാശയ്ക്ക് പോലും ചുമ്മാ ആളുകളുണ്ടല്ലോ അങ്ങനെ ഈ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ചളി അടിക്കുക എന്ന് പറയും. അങ്ങനെ ഈ ചുമ്മാ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ഈ തമാശയ്ക്ക് പോലും കർത്താവിൻ്റെ വരവിനെ പരിഹസിക്കരുത്. അവരെ കർത്താവ് പിന്നെ വിളിക്കുന്ന പരിഹാസി എന്നാണ്. ഏത് വലിയ പ്രസംഗനാണേലും കർത്താവിൻ്റെ വരവിനെ പരിഹസിച്ചാൽ നീ പരിഹാസിയ. അതെവിടെ പറയുന്നത്? അന്ത്യകാലത്ത് അങ്ങനെയുള്ള പരിഹാസികൾ പരിഹാസത്തോടെ വരും എന്ന് അറിഞ്ഞുകൊള്ളണം. അവർ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ. ഇടയ്ക്ക് കിട്ടുന്ന ചില വാക്കിനകത്ത് നമുക്ക് ആളുകളെ പിടികിട്ടും. ഇങ്ങനെ 100 വാക്ക് പറയുമ്പോൾ അതിലൊറ്റ വാക്ക് മതി അവരാരാന്നറിയാൻ. സ്വോത്രം. പരിഹാസത്തോടെ പറയും. അപ്പം ഒരു കൂട്ടർ വിശ്വസിക്കും, ഒരു കൂട്ടർ സംശയിക്കും. ഹല്ലേലൂയ. ഇതിൻ്റെ നടുവിൽ എൻ്റെ സഹോദരങ്ങളെ പ്രത്യാശയോടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആമേൻ. ഞാനിനി ഈ 1-ാമത്തെ വരവും അതിൻ്റെ 2-ാമത്തെ വരവും തമ്മിലുള്ള സാമ്യത ഒരു വാക്കിലൊന്ന് തൊടാമേ. ഈ 1-ാമത്തെ വരവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ സാമ്യത എന്ന് പറയുന്നത് പ്രവചനങ്ങളാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിൽ 322 പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. 322 പ്രവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാന സ്വർഗാരോഹണം കഴിഞ്ഞപ്പോൾ 322 പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു. വിശദീകരിക്കാൻ നേരം ഉണ്ടായിരുന്നു. 322 പ്രവചനങ്ങൾ ഞാൻ പറയായിരുന്നു. സ്തോത്രം. ഏത് കുലത്തിൽ, ഏത് ഗോത്രത്തിൽ, ഏത് വംശാവലിയിൽ, ആമേൻ, എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കും, എങ്ങോട്ട് പോകും, എങ്ങനെ മിനിസ്ട്രി ചെയ്യും, എങ്ങനെ പ്രസംഗിക്കും എന്ന് തുടങ്ങി, എങ്ങനെ മരിക്കും, എങ്ങനെ ഉയർക്കും എന്നങ്ങോട്ട് തുടങ്ങി 322 പ്രവചനങ്ങൾ. ആ 322 പ്രവചനങ്ങൾ ഒന്നുപോലും സ്തോത്രം കുറയാതെ സകലതും പൂർത്തീകരിക്കപ്പെട്ടു. ബേതൽഗേമിൽ ജനിക്കുമെന്ന് പറഞ്ഞു, ബേതൽഗേമിൽ ജനിച്ചു. നസ്രത്തിൽ വളരുമെന്ന് പറഞ്ഞു, സ്തോത്രം. നസ്രായൻ എന്ന് വിളിക്കപ്പെടാൻ നസ്രത്തിൽ വളർന്നു. ഞാൻ എൻ്റെ മകനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞു. 4 വർഷം മിസ്രൈമിലേക്കുള്ള വാസം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി കണക്ട് ചെയ്താൽ അയ്യോ ആരാധിക്കാനേ നമുക്ക് നേരം കാണത്തുള്ളൂ. സ്തോത്രം. പ്രവചനത്തിൻ്റെ നിവർത്തി അത് ജനനം, ജീവിതം, ശുശ്രൂഷ, മരണം, പുനരുത്ഥാനം എന്നിവയിലൂടെ സ്തോത്രം നമുക്ക് കാണാൻ കഴിയും. 322 പ്രവചനങ്ങൾ. ഇനി മടങ്ങി വരവ് സംബന്ധമായ സ്തോത്രം സിമിലാരിറ്റി പ്രവചനങ്ങളോടുള്ള ബന്ധത്തിലാണ് കിടക്കുന്നത്. പഴയ നിയമത്തിൽ 17 പുസ്തകങ്ങളുടെ ഏതാണ്ട് പൂർണ്ണ വിഷയം കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. പുതിയ നിയമത്തിൽ 10 അധ്യായം നമ്മൾ എടുത്താൽ അതിൽ 7 അധ്യായത്തിന്റെ വിഷയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനമാണ്. അപ്പോൾ തന്നെ പുതിയ നിയമത്തിൽ ചില പുസ്തകങ്ങൾ പൂർണ്ണമായി യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് മാത്രം പറയുന്നതാണ്. പ്രധാനമായി 1-2 തെസ്സലോനിക്ക ലേഖനം, വെളിപ്പാട് പുസ്തകം ഉൾപ്പെടെ 1845 പ്രാവശ്യം ഹല്ലേലൂയ പഴയ നിയമത്തിൽ സ്തോത്രം ആമേൻ ഈ 1845 പ്രാവശ്യം ബൈബിളിൽ മൊത്തത്തിൽ അവിടുത്തെ പുനരാഗമനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1527 പ്രാവശ്യം പഴയ നിയമത്തിലും 318 പ്രാവശ്യം പുതിയ നിയമത്തിലുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം അറിയണം, 1-ാം വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ മുഴുവൻ ആമേൻ 1-ാം വരവിൽ ഒന്നുവിടാതെ പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ 2-ാം വരവിൽ നിറവേറുവാനുള്ള മുഴുവൻ പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇനിയും ഒരു 5 മിനിറ്റിനകത്ത് കൺക്ലൂഡ് ചെയ്യാം. സ്തോത്രം. ഇവ തമ്മിലുള്ള സാമ്യം പറയാൻ പോവാ. ആമേൻ. ഒരു 11 കൂട്ട സാമ്യങ്ങളുണ്ട്. 1-ാം വരവും 2-ാം വരവും ഇവ തമ്മിലുള്ള വ്യത്യാസം പറയാൻ പോവാ. 11 കൂട്ടം വ്യത്യാസങ്ങൾ. 1-ാം വരവും 2-ാം വരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. 1-ാം വരവിൽ
ബലഹീനതയിൽ ഒരു ശിശുവായി ഭൂമിയിൽ ജനിച്ചു. സ്തോത്രം. രണ്ടാം വരവിൽ സ്തോത്രം ബലഹീനനായിട്ടല്ല വരുന്നത്, ഭൂമിയിലുടനീളം തന്റെ അധികാരം സ്ഥാപിക്കാൻ മഹത്വത്തിലും സ്തോത്രം അധികാരത്തിലും അവിടുന്ന് വെളിപ്പെടാൻ പോകുകയാണ്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒന്നാം വരവിൽ സ്തോത്രം ചിലർ മാത്രം അവനെ ആരാധിച്ചു. പൊന്ന്, മൂര്, കുന്തിരിക്കം കാഴ്ചവെച്ച് അവർ അവനെ നമസ്കരിച്ചു. ചിലർ മാത്രം അവനെ ആരാധിച്ചെങ്കിൽ രണ്ടാം വരവിൽ സ്തോത്രം ചിലരല്ല, എല്ലാ മുഴങ്ങാലും അവന്റെ മുൻപിൽ മടങ്ങും. എല്ലാ നാവും യേശു കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയാൻ പോകുകയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഒന്നാം വരവിൽ അവന് ജനനത്തിന് സത്രത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തില്ല, ആ വാതിൽ അടച്ചിരുന്നു. എന്നാൽ രണ്ടാം വരവിൽ സത്രത്തിന്റെ വാതിലല്ല, സ്വർഗത്തിന്റെ വാതിൽ അവന്റെ മുൻപിൽ തുറക്കപ്പെടുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് വായിക്കുന്നത് പോലെ സ്വർഗം തുറക്കപ്പെടും. ആമേൻ. ഒന്നാം വരവ് കുറച്ചുപേർ മാത്രമേ അറിഞ്ഞുള്ളൂ. വിദ്വാൻമാരറിഞ്ഞു, കാവൽക്കാത്ത് കിടക്കുന്ന ഇടയന്മാരറിഞ്ഞു. എന്നാൽ രണ്ടാം വരവ് ഹല്ലേലൂയ അതിന്റെ ഒന്നാം പാദം സഭയറിയും. രണ്ടാം വരവിന്റെ രണ്ടാം പാദം വെളിപ്പാട് പുസ്തകം പറയുന്നു, ഏതു കണ്ണും അവനെ കുത്തി തുളച്ചവരും കൂടെ അവനെ കാണും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം സ്തോത്രം. ഇതെല്ലാം നമ്മുടെ പ്രതീക്ഷയാ പ്രിയരെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ഇനിയും ഒന്നാം വരവിൽ ലോകത്തിന്റെ പാപങ്ങൾ നിമിത്തം അവൻ കഷ്ടത അനുഭവിച്ചു, അവനെ തുപ്പി, അവനെ അടിച്ചു. എന്നാൽ രണ്ടാം വരവിൽ എല്ലാവരെയും വിധിക്കുന്ന, മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും വിധിക്കുന്ന ന്യായാധിപതിയായി അവിടുന്ന് വെളിപ്പെടാൻ പോകുന്നു. സ്തോത്രം. ഇനിയും ഒന്നാം വരവിൽ മുൾക്കിരീടം ധരിച്ചവനായി അവനെ കാണുന്നുവെങ്കിൽ രണ്ടാം വരവിൽ സ്തോത്രം ഹല്ലേലൂയ മുൾക്കിരീടമല്ല, തേജസ്സിന്റെ പൊൻകിരീടം ധരിച്ചവനായി നമ്മൾ അവനെ കാണാൻ പോകുകയാണ്. അതാ നമ്മൾ പാടുന്നത്, മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ പൊൻകിരീടം ചൂടി തേജം പൂർണ്ണനായിതാ. മുൾമുടി അണിഞ്ഞവനായി കണ്ടെങ്കിൽ ഇനി മുൾമുടി അണിഞ്ഞല്ല, പൊന്മുടി അണിഞ്ഞവനായി. സ്തോത്രം. നമ്മൾ അവനെ കാണാൻ പോവുകയാണ്. ഒന്നാം വരവിൽ കളയും ഗോതമ്പും ഒരുമിച്ച് വളരട്ടെ. സ്തോത്രം. ഗോതമ്പും പതിരും ഒരുമിച്ച് കിടക്കട്ടെ എന്നാണ് പറഞ്ഞതെങ്കിൽ രണ്ടാം വരവിൽ കളയെ പറിച്ച് കളഞ്ഞിട്ട് ആമേൻ ഗോതമ്പിനെ ശേഖരിക്കുന്ന, പതിരിനെ പാറ്റി തീരിട്ടിട്ട് ഗോതമ്പിനെ കളപ്പുരയിൽ ചേർത്ത് വെക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നാം വരവ് പാപത്തെ പരിഹരിക്കാനായിരുന്നെങ്കിൽ രണ്ടാം വരവ് പാപം കൂടാതെ പ്രത്യക്ഷനാകുകയാണ്. ഒന്നാം വരവിൽ മനുഷ്യനുമായി സ്തോത്രം ദൈവത്തെ നിരപ്പിച്ചെങ്കിൽ, ദൈവത്തോട് മനുഷ്യനെ സമാധാനത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ രണ്ടാം വരവിൽ സമാധാനമല്ല, സുവിശേഷം അറിയാത്തവർക്ക് പ്രതികാരം കൊടുക്കുന്നവനായി കർത്താവ് വെളിപ്പെടാൻ പോകുകയാണ്. ഒന്നാം വരവിൽ നമ്മുടെ രക്ഷകനായി കർത്താവ് ഈ ഭൂമിയിൽ വന്നെങ്കിൽ രണ്ടാം വരവിൽ നമ്മുടെ പരമാധികാരിയായി, നമ്മുടെ കർത്താവായി, നമ്മുടെ രാജാവായി അവിടുന്ന് ഈ മണ്ണിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ കണ്ണുകളും കർത്താവിൻ്റെ സന്നദ്ധയിൽ അടച്ചാട്ടെ. ആദരങ്ങളെ കർത്താവിന് മുൻപാകെ തുറന്നാട്ടെ. ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിയാട്ടെ. ആരും മൗനമാകരുത്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. റാബ ഷംദൽ ഖമാന ഗസിയ. ആരും മൗനമാകരുത്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്, ആമേൻ, എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്. എനിക്ക് തന്ന ആ സബ്ജക്റ്റിൻ്റെ സമയപരിധിക്കകത്ത് നിന്ന് അതിനോട് ആമേൻ നീതി പുലർത്താൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഒന്നാം വരവും രണ്ടാം വരവും തമ്മിലുള്ള ആമേൻ വ്യത്യാസങ്ങളും സാമ്യങ്ങളും ആമേൻ അത് പറയാനായിട്ട് എനിക്ക് ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ദൂതിൻ്റെ മുൻപിലൊന്ന് സമർപ്പിക്കാൻ എത്ര പേർക്ക് കഴിയും? എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ അതരങ്ങളും തുറന്നാട്ടെ. കർത്താവിനോടൊന്ന് സംസാരിച്ച് കർത്താവേ ആമേൻ, ഇനി അലസതയുള്ള ഒരു ആത്മീക ജീവിതം എനിക്കില്ല. കർത്താവേ, ഗൗരവപൂർവമായ ഒരു ആത്മീക ജീവിതത്തിലേക്ക് ഞാൻ എന്നെ ആമേൻ സമർപ്പിക്കുകയാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മശക്തിയും അഭിഷേകവും ദൈവകൃപയും ദൈവിക നിറവും ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ.
ചുടകപരഘടകതല അർത്ഥമനഘടകതല രഗതമനഘടകതന അർത്ഥമാനക ശാന്തൽ ജനാദന അർത്ഥമനഘടകതന രഗതൽ ജനാദന. ആമേൻ. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ സഹോദരന്മാരോട് ചേർന്നൊന്ന് പാടണം. ഒരുമിച്ച് ചേർന്ന് നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കണം. ഒടുവിൽ ഹല്ലേലൂയ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, അലസതകൾ 10 കന്യകമാരിൽ 5 പേര് കൈവിടപ്പെട്ടത് അലസത കൊണ്ടാണെങ്കിൽ എന്നിൽ അലസത ഉണ്ടാകരുത്. അങ്ങയുടെ വരവിൽ മാനസാന്തരമുള്ളവനായി എന്നെ കാണാൻ, ജീവിതകാലം മുഴുവൻ വിശ്വസ്തനായി ജീവിക്കുവാൻ ഒരഭിഷേകം എന്റെ മേൽ പകരണേ. അത് ശുശ്രൂഷയിൽ, അത് ജീവിതത്തിൽ, അത് ആത്മീയ അനുഭവങ്ങളിൽ, അത് രഹസ്യമായ ജീവിതത്തിൽ കർത്താവിന്റെ മേൽ അങ്ങനെ ഒരു പകർച്ച തരണേ. ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ കൺവെൻഷനുകളുടെ 1ാമത്തെ രാത്രിയിൽ ഞങ്ങൾക്ക് അവിടുത്തെ പാതവിടെ ആയിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. ഈ ജനത്തെ ഉള്ളം മുഴുവൻ തുറന്ന് ഇന്ന് രാത്രി ഞാൻ അനുഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് സ്തോത്രം. ഈ വചനത്തിന് മുമ്പാകെ പൂർണ്ണമായി സമർപ്പിതരാകാനുള്ള അഭിഷേകം അവിടുന്ന് ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ദൈവസഭ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ആമേൻ വിശേഷിച്ച് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ദാസനെ, കുടുംബത്തെ, ആമേൻ തന്നോടുകൂടെ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ ദൈവദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ വചനം എവിടൊക്കെ മുഴങ്ങിച്ചെല്ലുമോ അവിടെ എല്ലാം അനുഗ്രഹമാകട്ടെ. വലിയ മാറ്റങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കും. ദൈവ പ്രവർത്തിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ.